أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إنما يستجيب الذين يسمعون إنما يستجيب നിശ്ചയമായും ഉത്തരം നൽകുന്നത് അല്ലദീന യസ്മഊന ശ്രദ്ധിച്ചു കേൾക്കുന്നവരാണ് വൽ മൗത മരിച്ചവർ യബ്അസുഹുമുല്ലാഹു അല്ലാഹു അവരെ ഉയിർപ്പിക്കും സുമ്മ ഇലൈഹി യുർജഊൻ എന്നിട്ട് അവനിലേക്ക് മടക്കും വഖാലു അവർ പറഞ്ഞു ലൗലാ നുസില അലൈഹി ആയത്തുൻ ഓക്കെ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്നമാ യസ്തജീബുൽ ലദീന യസ്മഊൻ ഇന്നമാ യസ്തജീബു നിശ്ചയമായും ഉത്തരം നൽകുന്നത് അല്ലദീന യസ്മഊന ശ്രദ്ധിച്ച് കേൾക്കുന്നവരാണ് വൽ മൗത മരിച്ചവർ യബ്അസുഹുമുല്ലാഹു അല്ലാഹു അവരെ ഉയിർപ്പിക്കും സുമ്മ ഇലൈഹി യുർജഊൻ എന്നിട്ട് അല്ലാഹുവിലേക്ക് മടക്കും വഖാലു അവർ പറഞ്ഞു ലൗലാ നുസില എന്തുകൊണ്ട് ഇറക്കപ്പെടുന്നില്ല അലൈഹി അവൻ്റെ മേൽ, അതായത് റസൂലിൻ്റെ മേൽ, ആയത്തും മിർ റബ്ബിഹി അവൻ്റെ നാഥനിൽ നിന്ന് ഒരു അത്ഭുതം അല്ലെങ്കിൽ ഒരു ആയത്ത്. കുൽ പറയൂ ഇന്നല്ലാഹ നിശ്ചയമായും അല്ലാഹു ഖാദിറുൻ അല്ലാഹു കഴിവുള്ളവനാണ് അലാ അൻ യുനസ്സില ആയത്തൻ അത്ഭുതമിറക്കാൻ കഴിവുള്ളവൻ തന്നെയാണ്. വലാക്കിൻ പക്ഷേ അക്സറഹും അവരിൽ അധികവും ലാ യഅലമൂൻ അവർ അറിവില്ലാത്തവരാണ്. വമാ മിൻ ദാബത്തിൻ ഒരു ജീവിയുമില്ല, കരയിലെയോ കടലിലെയോ ഒരു ജീവിയുമില്ല, ഫിൽ അർളി ഭൂമിയിൽ, വലാ ത്വായിരിൻ യതീറു ബി ജനാഹൈഹി ഇരു ചിറകുകളിൽ പറക്കുന്ന ഒരു പക്ഷിയുമില്ല, ഇല്ലാ ഉമമും അംസാലുക്കും അതൊക്കെയും നിങ്ങളെപ്പോലുള്ള സമൂഹങ്ങൾ തന്നെയാണ്. മാ ഫറത്നാ ഫിൽ കിതാബി ഈ കിതാബിൽ ഞാൻ വീഴ്ച വരുത്തിയിട്ടില്ല മിൻ ഷൈഇൻ ഒന്നും. സുമ്മ ഇലാ റബ്ബിഹി യുഹ്ശറൂൻ പിന്നെ അവർ ആ ഉമമുകളൊക്കെയും നിങ്ങളും അള്ളാഹുവിലേക്കാണ് ഒരുമിച്ച് കൂട്ടപ്പെടുന്നത്. വല്ലദീന കദ്ദബു അംഗീകരിക്കാത്തവർ, ബി ആയാത്തിന നമ്മുടെ ഈ ആയത്തുകളെ അംഗീകരിക്കാത്തവർ, സുമ്മും അവർ ബധിരരാണ്, വ ബുക്കുമും അവർ മൂകരാണ്, ഫിൽ ളുലുമാത്തി അന്ധകാരങ്ങളിൽ. മൻ യശ ഇല്ലാഹു അള്ളാഹു തീരുമാനിച്ചാൽ, ആരെയെങ്കിലും അള്ളാഹു തീരുമാനിച്ചാൽ, യുദ്ലിൽഹു അവനെ അള്ളാഹു വഴികേടിലാക്കും. വമൻ യശ അവൻ തീരുമാനിച്ചാൽ, യജ്അൽഹു അവൻ ആക്കും, അലാ സിറാത്തിൻ മുസ്തഖീം ഏറ്റവും ശരിയായ പാതയിന്മേൽ ആക്കും. കുൽ നീ പറയേ അറഅയ്തക്കും നിങ്ങളെ കണ്ടിട്ടുണ്ടോ അല്ലെങ്കിൽ നോക്കിയിട്ടുണ്ടോ ആലോചിച്ചിട്ടുണ്ടോ? ഇൻ അത്താക്കും നിങ്ങൾക്ക് വന്നാൽ, അദാബുല്ലാഹി അള്ളാഹുവിൻ്റെ ഒരു ശിക്ഷ നിങ്ങൾക്ക് വന്നാൽ, ഔ അത്തത്തുക്കുമു സാഅത്തു അല്ലെങ്കിൽ ആ അന്ത്യദിനമോ അല്ലെങ്കിൽ മരണമോ നിങ്ങൾക്ക് വന്നാൽ, ഗൈറല്ലാഹി അള്ളാഹു അല്ലാത്തവരെയാണോ തദ്ഊന നിങ്ങൾ വിളിക്കുക, ഇൻ കുന്തും സാദിഖീൻ നിങ്ങൾ സത്യസന്ധരെങ്കിൽ. ബൽ എന്നാൽ പക്ഷേ ഇയ്യാഹു നിങ്ങൾ അവനെ മാത്രം, തദ്ഊന നിങ്ങൾ വിളിക്കും, യക്ഷിഫു മാ തദ്ഊന ഇലൈഹി അപ്പോൾ ഏതൊന്നിനു വേണ്ടിയാണോ നിങ്ങൾ വിളിച്ചത് അത് അള്ളാഹു നീക്കിത്തരും, ഇൻഷാ അവൻ തീരുമാനിച്ചെങ്കിൽ. വതൻസൗന മാ തുശ്രികൂൻ ആ ഘട്ടത്തിൽ നിങ്ങൾ പങ്കുചേർത്തതിനെയൊക്കെ നിങ്ങൾ വിസ്മരിക്കും. വലഖദ് അർസൽനാ നിശ്ചയമായും നാം അയച്ചിട്ടുണ്ട്, ഇലാ ഉമമിൻ എല്ലാ സമൂഹങ്ങളിലേക്കും നാം അയച്ചിട്ടുണ്ട്, മിൻ ഖബലിക നിനക്ക് മുമ്പ്, ഫഅഖദ്നാഹും അങ്ങനെ അവരെ നാം പിടികൂടി, ഫിൽ ബഅ്സായി പ്രയാസങ്ങളെ കൊണ്ടും, വദ്ദറായി പ്രതിസന്ധികളെ കൊണ്ടുമൊക്കെ ആ ജനതയെ നാം പിടികൂടി. അത് ലഅല്ലഹും യതളറഊൻ അവർ വിനീതരാവാൻ വേണ്ടിയായിരുന്നു. ഫലൗലാ ഇത് ജാഅഹും ബഅ്സുന അങ്ങനെ ആ പ്രതിസന്ധികളൊക്കെ അവർക്ക് വന്നപ്പോൾ അവരായില്ല, എന്തുകൊണ്ടായില്ല, തളറഊ അവർ വിനീതരായില്ല. വലാക്കിൻ പക്ഷേ അവർക്ക് ഉണ്ടായത് ഖസത്തു ഖുലൂബുഹും അവരുടെ ഹൃദയങ്ങൾ കട്ടിയാവുകയാണ് ഉണ്ടായത്. വസയ്യന ലഹുമുശ് ശൈത്താനു പിശാച് അവർക്ക് ആസ്വാദ്യകരമാക്കി കൊടുത്തു, മാ കാനു യഅമലൂൻ അവർ എന്താണോ പ്രവർത്തിച്ചിരുന്നത് അത് തന്നെ ആസ്വാദ്യകരമാക്കി കൊടുത്തു. ഫലമ്മാ നസു അങ്ങനെ അവർ വിസ്മരിച്ചപ്പോൾ, മാ ദുഃഖിറൂ ബിഹി ഏതൊന്നുകൊണ്ടാണോ അവരെ ഓർമ്മിപ്പിച്ചത് അതിനെ അവർ വിസ്മരിച്ചപ്പോൾ, ഫതഹ്ന നാം തുറന്നു കൊടുത്തു, അലൈഹിം അവർക്ക് മേൽ, അബുവാബ കുല്ലി ഷൈഇൻ എല്ലാ ഭൗതിക ആഡംബരങ്ങളുടെയും വാതിലുകൾ നാം അവർക്ക് തുറന്നു കൊടുത്തു. ഹത്താ ഇദാ ഫരിഹൂ ബിമാ ഊതു അങ്ങനെ ആ നൽകപ്പെട്ടവരിൽ അങ്ങനെ അർമാദിക്കുന്നത് വരെ.
അഹദിനാഹും അവരെ നാം പിടികൂടി ബഗ്തത്തൻ പൊടുന്നനെ ഇദാഹും മുബ്ലിസൂൻ അപ്പോൾ അവരതാ ഹതാശരായി മാറി. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് അത്ഭുതങ്ങൾ ചോദിക്കുന്നവരോട്, അതായത് വിശ്വാസത്തിന് വേണ്ടി അള്ളാഹുവിൻ്റെ ഏകത്വത്തിന് അല്ലെങ്കിൽ പ്രവാചകത്വത്തിനൊക്കെ തെളിവായി അത്ഭുതങ്ങൾ ചോദിക്കുന്നവരോട്, അത് ആ കാലത്താണെങ്കിലും ഈ കാലത്താണെങ്കിലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ തന്നെ അഭിസംബോധന ചെയ്ത് പറയുന്നത് പോലെയാണ് കഴിഞ്ഞ ആയത്തിൽ പറഞ്ഞത്. അതായത് അങ്ങനെ വല്ല തോന്നലുമുണ്ടെങ്കിൽ നീ തന്നെ ഭൂമിയുടെ അടിയിലേക്കോ ആകാശത്തിലേക്കോ കയറിപ്പോയി വല്ല ആയത്തും അവർക്ക് കൊടുക്കുക എന്നാണ് പറയുന്നത്. അതായത് ഏത് കാലത്തും നമ്മൾ ഈ അത്ഭുതങ്ങളെ തേടി നടക്കുക. ഇപ്പോഴും നമ്മൾ മുസ്ലിമീങ്ങളും പ്രത്യേകിച്ച് അതിൻ്റെ പിന്നാലെ തന്നെയാണ്. അതായത് കറാമത്തുകൾക്ക് പിന്നാലെ, അത്ഭുതങ്ങൾക്ക് പിന്നാലെ, അതായത് വിശ്വസിക്കാൻ അത്ഭുതങ്ങൾ വേണമെന്നുള്ള ഒരു ഇതിനെ അഭിസംബോധന ചെയ്യാണ്. എന്നിട്ട് അങ്ങനെ അന്വേഷിക്കുന്നവർ ആ ജാഹിലീങ്ങളിൽ നിങ്ങൾ പെട്ടുപോകരുത്, അത് ജഹാലത്താണ് എന്നാണ് പറയുന്നത്. എന്നിട്ട് ഇനി ആരാണ് ഇതൊക്കെ അംഗീകരിക്കുക? ഈ ഹിദായത്തിനെയും ഈ റിസാലത്തിനെയും ഈ തൗഹീദിനെയും ഒക്കെ ആരാണ് അംഗീകരിക്കുക? ഇന്നമാ യസ്തജീബുല്ലദീന യസ്മഊന, അതായത് ഇതിനോട് പ്രതികരിക്കുക ശ്രദ്ധിച്ചു കേൾക്കുന്നവരാണ്. അതായത് കേൾവി, മനുഷ്യൻ്റെ ഏറ്റവും ആദ്യമായി വികസിച്ചു വരുന്ന ഈ ഓർഗൻ എന്ന് പറയുന്നത് കേൾവിയാണ്. എല്ലാവർക്കും സാധ്യമാവുന്നൊരു സംഭവം കേൾവി. അവിടെ കേൾവി എന്ന് പറയുമ്പോൾ പൊതുവെ പറയുന്നത് ഈ പഞ്ചേന്ദ്രിയങ്ങളും അതിൻ്റെ ബുദ്ധിയും ഒക്കെ വെച്ചിട്ടുള്ള വർത്തമാനമാണ്. അതാണ് കേൾവി. അവിടെയൊക്കെ ഒരു വഖഫ് കാണാം നിങ്ങൾക്ക്. അതായത് സവിശേഷമായ ഒരു ആശയമുണ്ട് അവിടെ യസ്മഊൻ എന്ന് പറയുന്നത്. അവിടെ ഒരു മീമില്ലേ, അവിടെ നിർബന്ധമായും വഖഫ് ചെയ്യണം. ഇതിൻ്റെ ഓപ്പോസിറ്റ് വർത്തമാനമാണ് വൽമൗത്ത. അതായത് ഈ മനുഷ്യന് അള്ളാഹു വെച്ച് കൊടുത്തിട്ടുള്ള അവൻ്റെ ആ സവിശേഷമായ സംഗതികൾ, അതിനെ ഉപയോഗിക്കാത്തവരെയാണ് ഇവിടെ മൗത്ത എന്ന് പറയുന്നത്, അല്ലാതെ മരിച്ചവരല്ല. അതായത് മരിച്ചവർ, മനുഷ്യന് സവിശേഷമായി കിട്ടിയതൊന്നും ഉപയോഗിക്കാതെ മരിച്ചവർ, നമ്മൾ നാടൻ ഭാഷയിൽ ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും എന്ന് പറയുന്ന ആ അവസ്ഥയിലെത്തിയവർ. അവരുടെ വിഷയം എന്താണെന്ന് ചോദിച്ചാൽ അവർ അങ്ങനെ ഈ പാവങ്ങൾ അല്ലെങ്കിൽ പൊയ്ക്കോട്ടെ എന്നുള്ളതല്ല. നമ്മുടെ അടിസ്ഥാന പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഈ നരകമാണ്. അതായത് നമ്മളെ ഉയർപ്പിക്കുമെന്നും അള്ളാഹുവിലേക്ക് മടക്കുമെന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ കുറച്ച് കാലമൊക്കെ നമ്മളിവിടെ ജീവിച്ച് ഇനി അങ്ങ് മരിച്ചുപോയി സ്വർഗം കിട്ടിയില്ലെങ്കിൽ വേണ്ടാന്ന് നിൽക്കാം, നമുക്ക് പോട്ടെ നിൽക്കാം. പക്ഷെ അതല്ല പ്രശ്നം. സ്വർഗമില്ല എന്നുള്ളതല്ല പ്രശ്നം, നരകമുണ്ട് എന്നുള്ളതാണ്. അതാണ് നമ്മളെ ഈ വിഷയം ആകെ ഗൗരവപൂർണ്ണമാക്കുന്ന സംഗതി. അതാണ് കാരണം നമ്മളിത് വേണ്ടാന്ന് വെച്ചാലൊന്നും ഇല്ലാതെയായി പോകുന്നതല്ല. അതാണ് യബ്അസുഹുമുല്ലാഹു സുമ്മ ഇലൈഹി യുർജഊൻ. ആരാണെങ്കിലും അള്ളാഹു ഉയർപ്പിക്കുക തന്നെ ചെയ്യും, അവനിലേക്ക് മടക്കുകയും ചെയ്യും. വഖാലു, അവർ പറഞ്ഞു, ആ റസൂലിൻ്റെ എതിരാളികൾ പറഞ്ഞു, ലൗലാ നുസില അലൈഹി ആയത്തും മിർ റബ്ബിഹി, ഇദ്ദേഹത്തിനു മേൽ എന്താണ് ഒരു അത്ഭുതം അള്ളാഹു ഇറക്കാത്തത്? അതായത് ഞങ്ങൾ വിശ്വസിക്കാത്തതിൻ്റെ കാരണം ഇദ്ദേഹത്തിന് മേൽ അത്ഭുതങ്ങൾ ഇറക്കുന്നില്ല എന്നുള്ളതാണ്. അതായത് കാരണം അള്ളാഹുവിലേക്ക് ചാർത്തുന്നു, അതാണ് കാരണം അള്ളാഹുവിലേക്ക് ചേർത്തുന്നു. അതിന് അള്ളാഹു പറയുന്ന മറുപടി, കുൽ ഇന്നല്ലാഹ ഖാദിറുൻ, അള്ളാഹു കഴിവുള്ളവൻ തന്നെയാണ്. അതായത് ഇത് ആയത്തുകൾ ഇറക്കാൻ, അത്ഭുതങ്ങൾ ഇറക്കാൻ അള്ളാഹു കഴിവുള്ളവൻ തന്നെയാണ്. പക്ഷെ അള്ളാഹു എന്താണ് ഇത് ഇറക്കാത്തത്? അത് സൂറത്തുൽ ഇസ്രായിൽ അതിന് അള്ളാഹു കാരണം പറയുന്നുണ്ട്. വമാ മനഅന അൻ നുർസില ബിൽ ആയാത്തി ഇല്ലാ അൻ കദ്ദബ ബിഹൽ അവ്വലൂൻ. അതായത് മുമ്പ് ആയാത്തുകൾ ചോദിക്കുകയും അത് ഇറക്കിക്കൊടുക്കുകയും ചെയ്ത ആ ആളുകൾക്ക് പിന്നെ എന്താണ് സംഭവിച്ചത്? നമുക്കറിയാം, സാലിഹ് നബിയോട് ആയാത്തുകൾ ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് ഒരു ഒട്ടകത്തെ ഇറക്കുകയും അതുകൊണ്ടൊന്നും അവർ വിശ്വസിക്കാതെ ആ ഒട്ടകത്തിനെ അറുക്കുകയും ചെയ്തപ്പോൾ ആ സമൂഹത്തിനെ കണ്ടം ചെയ്യുകയാണ് ചെയ്തത്. ആ സമൂഹത്തിനെ കണ്ടം ചെയ്യുക, അത് തന്നെയാണ് ആയാത്തുകൾ ഇറക്കിയാൽ എപ്പോഴും ഉണ്ടാവുക. അതായത് ആയാത്തുകൾ എന്ന് പറയുന്നത് ആ കാണുന്ന ആ കാഴ്ചക്കാർക്ക് മാത്രമേ അത് ബാധകമാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്ഥായിയായ ഒരു സംഭവമില്ല. പക്ഷേ അതിൻ്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ അതോടുകൂടി ആ സമൂഹം ഇല്ലാതെയായി പോവും. അപ്പോൾ അതാണ്, അങ്ങനെ ഒരു വ്യവസ്ഥ നിങ്ങൾക്ക് ഞാൻ വെച്ചിട്ടില്ല എന്ന്. അതായത് നിങ്ങളെ അങ്ങനെ മൊത്തം അങ്ങ് കളയാൻ ഉദ്ദേശിച്ചിട്ടില്ല. അല്ലാതെ അള്ളാഹുവിന് ആയത്തിറക്കാൻ കഴിയാത്തതല്ല,
പക്ഷേ ഈ ആളുകൾ വലാക്കിന്ന അക്സറഹും, പക്ഷേ ഈ അധികം ആളുകളും ലാ യഅലമൂൻ, അവർ കാര്യങ്ങളെ ശരിക്ക് അറിയുന്നില്ല, അവർക്ക് അറിവില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യാത്തത്? നമ്മളിപ്പോൾ ഈ സമൂഹത്തിൽ ഇപ്പോൾ കുംഭമേളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? വെറും അത്ഭുതങ്ങളുടെ പിന്നാലെയുള്ളൂ. അത് ഈ അങ്ങോട്ട് ഊതുന്നു, വായ നിങ്ങണ്ട് വരുന്നത്, അത് ഇത്. അതായത് ഈ വിശ്വാസവും ഈ അത്ഭുതവുമായിട്ട് അങ്ങ് ബന്ധപ്പെടുത്തിയേക്കാം. അതായത് മനുഷ്യൻ്റെ ഈ ശേഷികൾക്കൊന്നും യാതൊരു ബന്ധവും ഇതിലില്ലാത്തതുപോലെ. ഇനി പറയാം, ഇനി ആ മനുഷ്യൻ്റെ ആ പ്രത്യേക ശേഷികളും അതിൽ നിന്ന് എങ്ങനെയാണ് വിശ്വാസം കൊണ്ടുവരുന്ന ആ കാര്യത്തിലേക്ക് പോയി. ഇത് മനുഷ്യ സമൂഹത്തിനെ മൊത്തം മുന്നിൽ നിർത്തിയിട്ട് പറയുന്ന വർത്തമാനങ്ങളാണ്. ഏതെങ്കിലും ഒരു വിഭാഗത്തിനൊന്നും അഭിസംബോധന ചെയ്യണം, മനുഷ്യ സമൂഹത്തിനെ മൊത്തം. വമാമിൻ ദാബത്തിൻ, ഒരു ജീവിയുമില്ല. ദാബത്ത് എന്ന് പറഞ്ഞാൽ കരയിലോ കടലിലോ ഒക്കെ ഉള്ള ഇഴയുന്നതോ നടക്കുന്നതോ നീന്തുന്നതോ ഒക്കെ ആയ ജീവികൾ. ഫിൽ അർളി, ഭൂമിയിൽ, വലാ ത്വാഇരി യത്തീറു ബി ജനാഹൈഹി, ഇരു ചിറകുകളിൽ പറക്കുന്ന പക്ഷികൾ, അതായത് പറക്കുന്ന എല്ലാ സമ്മതികളും. ഇല്ലാ ഉമമും അംസാലുക്കും, അതൊക്കെ നിങ്ങളെപ്പോലുള്ള ഉമ്മത്തുകൾ, അതാണ് ഉമ്മത്തിൻ്റെ ബഹുവചനമാണ് ഉമമ, നിങ്ങളെപ്പോലുള്ള സമൂഹങ്ങൾ തന്നെയാണ്. ഒരേ പാറ്റേൺ ഫോളോ ചെയ്യുന്ന വിവിധ സമൂഹങ്ങളാണ് അവരൊക്കെ, അവരുടെ ജീവിത രീതികളൊക്കെ. അതങ്ങനെ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ആ സമൂഹങ്ങൾ, ഈ നിങ്ങൾക്ക് ചുറ്റുമുള്ള ഈ സമൂഹങ്ങൾ, നിങ്ങളുടെ സർവീസിനായി നിൽക്കുന്ന ഈ സമൂഹങ്ങൾ, അവരുടെ ആ ഡ്യൂട്ടിയിൽ എന്തെങ്കിലും വീഴ്ച വരുത്തുന്നത് നിങ്ങൾ കാണുന്നുണ്ടോ എന്നാണ്. അതായത് അള്ളാഹു നമ്മുടെ മുന്നിൽ വെക്കുന്നത് എല്ലാവർക്കും കാണാവുന്നതും മനസ്സിലാക്കാവുന്നതും വായിക്കാവുന്നതുമായ പ്രാപഞ്ചിക ദൃഷ്ടാന്തങ്ങളെയാണ്, അല്ലാതെ ഗ്രന്ഥക്കെട്ടുകളോ അത്ഭുതങ്ങളോ ഒന്നുമല്ല. ഇത് എല്ലാവർക്കും വായിക്കാവുന്നതും എല്ലാവർക്കും കാണാവുന്നതുമായ കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ അവരുടെ ഡ്യൂട്ടിയിൽ വീഴ്ച വരുത്തി എന്നൊക്കെ നമ്മളിങ്ങനെ കേൾക്കും. പക്ഷേ എവിടെയെങ്കിലും നമ്മൾ തേനീച്ചകളോ ഉറുമ്പുകളോ അവരുടെ ഡ്യൂട്ടിയിൽ വീഴ്ച വരുത്തിയെന്ന് നമ്മൾ കേൾക്കുന്നില്ല. അങ്ങനെ ഒരു സംഭവമില്ല. അപ്പോൾ അത് നിങ്ങളുടെ ചുറ്റുഭാഗം നിങ്ങൾ കാണുന്നില്ലേ? നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ സൃഷ്ടിക്കപ്പെട്ട ഈ സമൂഹങ്ങളൊക്കെ അവരുടെ ഡ്യൂട്ടിയിൽ ഒരു വീഴ്ച വരുത്താതെ അത് കൊണ്ടുപോകുന്നത്, അതിലൊരു വിടവോ ഒന്നും കാണാത്ത നിങ്ങൾ കാണുന്നില്ലേ? ആരാണ് അവർക്ക് ഈ തക്ദീർ നൽകിയെന്ന? ഇതാണ് നമ്മൾ തക്ദീർ എന്ന് പറയുക. ഓരോന്നിനും അള്ളാഹു നിശ്ചയിച്ചു കൊടുത്ത ഡ്യൂട്ടി, ആ ഡ്യൂട്ടിയിൽ അവർ വീഴ്ച വരുത്തുന്നില്ല. അതാണ് ആ ദാബത്തിനെയും തായിറുകളെയും ഒക്കെ അവിടെ കൊണ്ടുവെക്കുന്നത്. ഇതിനെക്കുറിച്ചാണ് ഖുർആൻ പറയുന്നത്, സബ്ബിഹ് ഇസ്മ റബ്ബിക്കൽ അഅല, അതായത് അത്യുന്നതനായ ആ റബ്ബിന് നിങ്ങൾ തസ്ബീഹിലാവുക. അവിടെ തസ്ബീഹിൻ്റെ അർത്ഥം നമുക്ക് ശരിക്കും പിടികിട്ടും. എന്താണെന്ന് ചോദിച്ചാൽ, ഈ ജീവികൾ എങ്ങനെയാണോ അള്ളാഹുവിൻ്റെ കൽപ്പനകളൊന്നും ലംഘിക്കാതെ അവരുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്, അതാണ് തസ്ബീഹ്. അതിലെ ഒരു ഭാഗം മാത്രമാണ് നമ്മളുടെ പറച്ചൽ, ബാക്കിയുള്ളതൊക്കെ ചെയ്യലും ഒക്കെയാണ്. അല്ലദീ ഖലഖ ഫസവ്വ, അവരെ സൃഷ്ടിക്കുകയും അവരെ തസ്ബീഹത്ത് ചെയ്യുകയും ചെയ്തു. ആ സൃഷ്ടികളെ മുഴുവൻ നമുക്ക് ഗുണപ്രദമായ രീതിയിൽ തസ്ബീഹത്ത് ചെയ്തു, നമ്മളോട് ചേർത്തു. ഇപ്പോൾ പാമ്പ് നമ്മളെ കടിച്ചാൽ നമ്മൾ മരിക്കും. പക്ഷേ അതേസമയം ഈ പാമ്പിൻ്റെ വിഷമോ അത് എന്തെല്ലാം ആയിട്ട് ഈ മനുഷ്യരിലേക്ക് ഉപയോഗപ്പെടുന്നു. അതാണ് തസ്ബീഹത്ത്. ഓരോന്നിനോട് മനുഷ്യനോട് ചേർന്നിട്ടാണ് അത് നിൽക്കുന്നത്. വല്ലദീ ഖദ്ദറ ഫഹദ, ഓരോന്നിനും അതിൻ്റെ ഡ്യൂട്ടി നിശ്ചയിച്ചു. ഡ്യൂട്ടി നിശ്ചയിച്ചാൽ അതിൻ്റെ അനിവാര്യമായി വരുന്നതാണ് ഹിദായത്ത്. നിങ്ങൾക്കൊരു ഡ്യൂട്ടി ഉണ്ടെങ്കിൽ അതെങ്ങനെ ചെയ്യണം എന്നുള്ളതാണ് ഹിദായത്ത്, അതും കൂടി നൽകി. അപ്പോൾ എല്ലാത്തിനും ആ തക്ദീറും അതിൻ്റെ ഹിദായത്തും നൽകി. അത് നിങ്ങളെപ്പോലെയുള്ള സമൂഹങ്ങളായിട്ട് അവർ നിങ്ങളോടൊപ്പം ജീവിക്കുന്നു. എന്നിട്ട് പറയാം, മാ ഫറത്നാ ഫിൽ കിതാബി മിൻ ഷൈഇൻ, നിങ്ങളുടെ ഈ കിതാബിൽ, ഏതിൽ? ഈ ഖുർആനിൽ നിങ്ങൾക്കുള്ള ഹിദായത്തിൽ ഒരു വീഴ്ചയും ഞാൻ വരുത്തിയിട്ടില്ല. അതായത് ഈ ഭൂമുഖത്തിലെ ഏറ്റവും വലിയ മെച്ചപ്പെട്ട ഏറ്റവും മുകളിൽ നിൽക്കുന്ന ഈ സൃഷ്ടിക്ക് ഹിദായത്ത് ഞാൻ നൽകാതിരിക്കുമോ എന്നാണ്. അതായത് ബാക്കിയുള്ള സൃഷ്ടികളൊക്കെ എന്താണ് ഈ ഭൂമിയിൽ ചെയ്യേണ്ടത് എന്ന് കൃത്യമായും ഞാൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ സൃഷ്ടികളെ മുഴുവൻ ആർക്കു വേണ്ടി സൃഷ്ടിച്ചുവോ ആ സൃഷ്ടിയെ ഞാൻ ഹിദായത്തില്ലാതെ വിടുമോ? എന്താണ് നമ്മൾ ഹിദായത്ത് അന്വേഷിക്കാത്തത് എന്നാണ്. എന്താണ് നമ്മൾ ഹിദായത്ത് അന്വേഷിക്കാത്തത്? കാരണം നമ്മളുടെ സൃഷ്ടിയിലേക്ക് നോക്കിയാൽ അറിയാൽ, നമ്മുടെ ഈ സൃഷ്ടിപ്പിൻ്റെ ഘടന തന്നെയും പറഞ്ഞു തരുന്നുണ്ട്, സവിശേഷമായ ഒരു തക്ദീർ നമുക്കുണ്ട്.
ഒരു ലക്ഷ്യം നമുക്കുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ, ബാക്കിയുള്ള സൃഷ്ടികൾക്കൊക്കെ അവരുടെ ഹിദായത്ത് അവരിൽ തന്നെ ഇൻബിൽട്ട് ആയതുപോലെയാണ്. അങ്ങനെ ഒരു ഭാഗം നമുക്കുണ്ട്. അപ്പോൾ നമ്മളുടെ ബാക്കിയുള്ള ഓർഗനുകളൊക്കെ അങ്ങനെ പ്രവർത്തിക്കുന്നു. അതേസമയം നമുക്ക് സ്വതന്ത്രമായി തിരഞ്ഞെടുക്കാനുള്ള മറ്റൊരു ഹിദായത്തുണ്ട്. ആ ഹിദായത്തിൽ റിസാലത്തിലൂടെയാണ് വരിക. അപ്പോൾ നമ്മുടെ ഘടന തന്നെ നമ്മളോട് പറയുന്നുണ്ട്, റിസാലത്തിലൂടെയുള്ള ഒരു ഹിദായത്ത് നമുക്ക് അനിവാര്യമാണ്. അതായത് റസൂല് നമുക്ക് അനിവാര്യമാണ് എന്ന് നമ്മളുടെ ഘടന തന്നെയും നമ്മളോട് വിളിച്ചു പറയുന്നുണ്ട്. ആ റസൂലിലൂടെയുള്ള ഒരു ഹിദായത്തുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാ ഫറത്നാ ഫിൽ കിതാബി മിൻ ഷൈഇൻ, ഈ കിതാബിൽ ഞാൻ ഒരു വീഴ്ചയും വരുത്തിയിട്ടില്ല ആ ഹിദായത്ത് നിങ്ങൾക്ക് തരുന്നതിൽ. അങ്ങനെ ഞാൻ വീഴ്ച വരുത്തൂല. സുമ്മ ഇലാ റബ്ബിഹിം യുഹ്ശറൂൻ, ഈ ഉമമുകൾ മൊത്തം, ഇതിലൊക്കെ വലിയ കാഴ്ചകളുണ്ട്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഈ ഭൂമിയിലുള്ള ഈ ജീവജാലങ്ങൾ മുഴുവൻ ഓരോ സമൂഹവുമായി നമ്മളോട് കൂടെ തന്നെ അള്ളാഹു ഒരുമിച്ച് കൂട്ടുക. എന്നിട്ട് ആ സമൂഹങ്ങളെ അള്ളാഹു വിചാരണ ചെയ്യേണ്ടി നിൽക്കുക. അവരുടെ ഡ്യൂട്ടികൾ അവരൊക്കെ കൃത്യമായി നിർവഹിച്ചു. ആർക്ക് വേണ്ടിയാണോ ഇത് സൃഷ്ടിച്ചത് ആ സൃഷ്ടി മാത്രം അന്തം വിട്ട് നിൽക്കുന്ന ഒരു രംഗം നമ്മൾ നോക്കുക. സുമ്മയില റബ്ബി, ഇതൊക്കെ ഭാവനയിൽ കാണാൻ വേണ്ടി തന്നെയാണ് അള്ളാഹു ഇങ്ങനെ പറയുന്നത്. നമ്മൾ ഭാവനയിൽ കണ്ടു നോക്കണം. നമ്മളുടെ ചുറ്റുഭാഗമുള്ള ജീവികളൊക്കെ അവരുടെ ഡ്യൂട്ടി നിർവഹിച്ച് സംതൃപ്തിയിൽ നിൽക്കുന്നതും, നമ്മൾ ആർക്ക് വേണ്ടിയാണോ ഇതൊക്കെ ഉണ്ടാക്കിയത് നമ്മൾ അന്തക്കേടിൽ അകപ്പെട്ടു പോയതും. ഇനി അവരെക്കുറിച്ച് പറയാം. ആരാണ് ഇതൊക്കെ ഈ ഹിദായത്ത് അംഗീകരിക്കാത്ത ആളുകൾ? വല്ലദീന കദ്ദബൂബി ആയാത്തിന, നമ്മളുടെ ഈ ഹിദായത്തുകൾ അംഗീകരിക്കാത്തവർ, നമ്മളുടെ ഈ ഹിദായത്തിനെയും ഈ അള്ളാഹുവിൻ്റെ ഏകത്വത്തെയും ഒന്നും അംഗീകരിക്കാത്ത ആളുകൾ. സുമ്മും, അവർ ബധിരരാണ്. വ ബുക്കുമും, അവർ മൂകരുമാണ്. ഫിദ്ദുലുമാത്ത്, അവർ അന്ധകാരങ്ങളിലാണ്. അന്ധകാരങ്ങളിൽ പെട്ടുപോയ ആദ്യത്തെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ കാഴ്ച പോകും. കാഴ്ച ആദ്യമേ അവിടെ നഷ്ടപ്പെട്ടു. പിന്നെ നമുക്ക് ബാക്കി നിൽക്കുന്ന രണ്ട് സാധനമാണ്. ഒന്ന് കേൾവി, കേൾവിയും പറയലും. വെറുതെ അല്ല നമ്മുടെ കുത്തുബ മലയാളത്തിൽ വരില്ല എന്ന് പറഞ്ഞു കണ്ട. കാരണം മനുഷ്യനെ ഏറ്റവും അനിവാര്യമായിട്ട് എപ്പോഴും കൂടെ നിൽക്കുന്ന ഒരു സംഭവമാണ് കേൾവി എന്ന് പറയുന്നത്. കേൾവി. അപ്പം കാണുന്നത് ഞാൻ കാണണ്ടെന്ന് വെച്ചാൽ കണ്ണടച്ചാൽ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ഇതിലേക്ക് നോക്കിയാൽ മതി. പക്ഷെ കേൾവി അങ്ങനെയല്ല. ഞങ്ങളുടെ പിടിച്ചെടുക്കാവുന്ന പരിസരത്തിലൊക്കെ നമ്മുടെ ചെവിടിലേക്ക് വന്നിരിക്കും. കാരണം അതിന് മൂടിയൊന്നുമില്ല, അതിന് അടപ്പുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കേൾവി എന്ന് പറയുന്നതും പറയുക എന്ന് പറയുന്നതും, ഈ രണ്ട് സംഗതികളും വളരെ അനിവാര്യമാണ്. അതിൻ്റെ മർമ്മത്തിലാണ് നമ്മുടെ പൗരോഹിത്യം കടന്നു പിടിക്കുന്നത്. നിങ്ങൾ കേൾക്കണ്ട, നിങ്ങൾ അവർക്ക് മനസ്സിലാവുന്ന രൂപത്തിൽ പറയും വേണ്ട. കഴിഞ്ഞില്ലേ? കഴിഞ്ഞു, പിന്നെ കഥ കഴിഞ്ഞു. ആ കഥ കഴിക്കുകയാണ്. അതൊക്കെ വളരെ ആസൂത്രിതമായ സംഗതികളാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ സമൂഹം ഇതിലേക്ക് ഇങ്ങനെ പോകുന്നത്. ആയാത്തുകളുടെ അത്ഭുതങ്ങളുടെ പിന്നാലെ വിശ്വാസത്തിന് വേണ്ടി പോകുന്നത്. കാരണം ഈ കിട്ടിയതൊന്നും ഉപയോഗിക്കുന്ന ആ മാർഗങ്ങളൊക്കെ അടച്ചു കളഞ്ഞു. കിട്ടിയത് ഉപയോഗിക്കുന്ന മാർഗങ്ങൾ അടച്ചു കളഞ്ഞു. ഇനി അതിലേക്ക് ചിന്തിക്കുന്നില്ല. മൻ യശഇല്ലാഹു യുദ്ലിൽഹു, അള്ളാഹു ഉദ്ദേശിച്ചവരെ അവൻ വഴികേടിലാക്കും. എന്താ അള്ളാഹു ഉദ്ദേശിക്കാൻ കാരണം? അള്ളാഹു അങ്ങനെ തീരുമാനിക്കാൻ കാരണം കദ്ദബു ബി ആയാത്തിന, സുമ്മും ബുക്കുമും, അതായത് കണ്ടു കാണാത്തവരും അന്ധരും ബധിരരുമൊക്കെ ആയ അതാണ് അവരെ വഴികേടിലാക്കാൻ കാരണം. കാരണം ആ മാർഗം സൃഷ്ടിച്ചതാരാ? വേണമെങ്കിൽ പിഴക്കണമെന്നുള്ള മാർഗം ആരാ സൃഷ്ടിച്ചത്? അള്ളാഹു അല്ലേ? അതുകൊണ്ടാണ് അള്ളാഹുവിലേക്ക് ചേർത്ത് പറയുന്നത്. കാരണം അള്ളാഹു അല്ലാത്ത ഒരു മാർഗവും ഇവിടെ ആരും സൃഷ്ടിക്കുന്നില്ല. ഇബ്ലീസും സൃഷ്ടിക്കുന്നില്ല, അല്ലാത്തവരും സൃഷ്ടിക്കുന്നില്ല. ഒക്കെ സൃഷ്ടിച്ചത് അള്ളാഹു തന്നെയാണ്. കാരണം നമുക്ക് ആലോചിച്ചാൽ മതി, ഇബ്ലീസ് പിഴക്കണേക്കാട്ടി മുമ്പ് വേറൊരു ഇബ്ലീസ് ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പം നമ്മളെ പിഴപ്പിക്കുന്നത് ഇബ്ലീസാണെന്ന് നമുക്ക് പറയുമ്പോൾ ഈ ഇബ്ലീസിനെ പിഴപ്പിച്ചതാരാ? അതിൻ്റെ മുമ്പ് വേറൊരു ഇബ്ലീസൊന്നുമില്ല. അതായത് അതിൻ്റെ ഉള്ളിൽ തന്നെയാണ്, നമ്മുടെ ഉള്ളിൽ തന്നെയാണ് നമ്മുടെ പിഴവുകൾ കിടക്കുന്നത്. അതായത് വേറൊരാളുടെയും പെരടേക്ക് കൊണ്ടുപോകില്ല. ഇബ്ലീസിന് അങ്ങനെ നമ്മുടെ മേലിൽ വലിയ അധികാരമൊന്നുമില്ല. പക്ഷെ നമ്മളങ്ങനെ ആയിത്തീർന്നത് കൊണ്ട് പിന്നെ ഇബ്ലീസിന് പല കളികളും കളിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് പ്രശ്നം. വമൻ യജ്അൽഹു, ആരെങ്കിലും ഈ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സഞ്ചരിക്കാൻ തീരുമാനിച്ചാൽ യജ്അൽഹു, അവനെ നാം ആക്കും അലാ സിറാത്തിൻ മുസ്തഖീം, ഏറ്റവും ശരിയായ
പാതയിൽ അവനെ നാം കൊണ്ടുപോകും. ഇത് രണ്ട് ഭാഗത്തുണ്ട്. ഏതിനാണോ നമ്മൾ തീരുമാനിക്കുന്നത് അതിൻ്റെ കൂടെയാണ് അള്ളാഹു ഉണ്ടാവുക. ഇതിനെയാണ് നമ്മൾ ആ ചെറിയ സൂറകളിൽ നമ്മൾ പറയും ഫ അമ്മാമൻ അഅത വത്തഖ വസദ്ദഖ ബിൽ ഹുസ്ന. അതായത് നാം നൽകിയതിൽ തഖ്വയോടെ വർത്തിക്കുകയും സത്യത്തെ സത്യമായി അംഗീകരിക്കുകയും ചെയ്യുക. അപ്പോൾ ഫസനു യസ്സിറുഹു ലിൽ യുസ്ര, അവന് ആ മാർഗം ഞാൻ അങ്ങ് തുറന്നു കൊടുക്കുന്നതാണ്, അത് സൗകര്യപ്രദമാക്കും. വ അമ്മാമൻ ബഖില വസ്തഗ്ന വകദ്ദബ ബിൽ ഹുസ്ന. ഇതിനോട് ലുപ്തി കാണിക്കുന്നതിനെ പിടിക്കുക, ഇതിനെ പിടിച്ചു വെച്ചിട്ട് ആ റൂട്ടിൽ സഞ്ചരിക്കാതെ വകദ്ദബ ബിൽ ഹുസ്ന, നന്മയെ നിരാകരിക്കുക. അങ്ങനെ നിരാകരിക്കുമ്പോൾ ഫസനു യസ്സിറുഹു ലിൽ ഉസ്ര, അവന് ആ ഇടുങ്ങിയ വഴിയും ഞാൻ സൗകര്യപ്രദമാക്കി കൊടുക്കും. ഇത് അള്ളാഹു ആദ്യം തന്നെ മക്കയിലുള്ള കാലത്ത് തന്നെ മനുഷ്യരെ പഠിപ്പിച്ച വിഷയമാണ്. അതന്നെയാണ് ഇവിടെയും ഈ പറയുന്നത്. ഇതൊക്കെ അതിൻ്റെ ഓരോ വിശദീകരണങ്ങളും ഓരോ രംഗത്ത് നിന്നിട്ട് പറയുക. കുൽ അറഅയ്തക്കും, അറഅയ്ത എന്ന് പറഞ്ഞാൽ നീ കണ്ടോക്കും, നിങ്ങളെ തന്നെ നീ നോക്കിയിട്ടുണ്ടോന്നാണ്. അതായത് നിങ്ങളുടെ ഒരു ഘടനയിലേക്ക് മനുഷ്യൻ തന്നെ സ്വയം നോക്കിയാൽ, ഇൻ അതാക്കും അദാബുല്ലാഹി, അള്ളാഹുവിൻ്റെ ശിക്ഷ നിങ്ങൾക്ക് വന്നാൽ, അള്ളാഹുവിൻ്റെ ശിക്ഷ എന്ന് പറയുമ്പോൾ അള്ളാഹുവിലേക്ക് ചേർത്ത് പറയുമ്പോൾ യാതൊരു തടവുമില്ലാത്ത സംഗതികളാണ്. വലിയ ശിക്ഷകൾ നിങ്ങളിലേക്ക് വരുമ്പോൾ, ഔ അത്തത്തുക്കുമുസ്സാഅത്തു, അല്ലെങ്കിൽ അന്ത്യസമയമോ അല്ലെങ്കിൽ നമ്മുടെ തന്നെ മരണമോ നമ്മുടെ തന്നെ അവസാനമോ നമുക്ക് വരുമ്പോൾ, ആ ഗൈറല്ലാഹി തദ്ഊൻ, ഈ അള്ളാഹുവിനെ അല്ലാത്തവരെ നിങ്ങൾ വിളിക്കുമോ എന്നാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഖുർആൻ അഭിസംബോധന ചെയ്യുന്നത് എല്ലാ തരം ദൈവവിശ്വാസികളെയല്ല. മക്കയിലെ മുശ്രിക്കീങ്ങൾ എന്ന് പറയുന്നത് അവർ താത്വികമായിട്ട് ഏകദൈവ വിശ്വാസികളാണ്. ജൂതന്മാരാണെങ്കിലും ക്രൈസ്തവരാണെങ്കിലും അവരും താത്വികമായി ഏകദൈവ വിശ്വാസികളാണ്. നമ്മളും ഇപ്പോൾ ഏകദൈവ വിശ്വാസികളാണ് താത്വികമായിട്ട്, പ്രയോഗത്തിലോ. ഇത് തന്നെയാണ് ഈ മക്ക മുശ്രിക്കുകളുടെയും പ്രശ്നം. ഈ മക്ക മുശ്രിക്കുകൾ അതിനെക്കുറിച്ചിട്ട് സൂറത്ത് സുമറിൽ പറയുന്നുണ്ട്, മാ നഅബുദുഹും ഇല്ലാ ലിയുഖർരിബൂന ഇലല്ലാഹി സുൽഫ. മാ നഅബുദുഹും, ഞങ്ങൾ അവരെ ഇബാദത്ത് ചെയ്യുന്നില്ല, ഏത് ഈ വിഗ്രഹങ്ങളെ ഇബാദത്ത് ചെയ്യുന്നില്ല, ഇല്ലാ ലിയുഖർരിബൂന, അവർ ഞങ്ങളെ അടുപ്പിക്കാൻ വേണ്ടിയല്ലാതെ, ഇലല്ലാഹി സുൽഫ, അള്ളാഹുവിലേക്കൊന്ന് നീക്കിയടുപ്പിക്കുക എന്നേ ഉദ്ദേശമുള്ളൂ. അല്ലാതെ അവർ അള്ളാഹു ആണെന്നൊന്നും ഞങ്ങൾ വിചാരിക്കണില്ല. ഇപ്പോൾ പറയുന്നതോ നമ്മുടെ ആളുകൾ പറയുന്നതോ സെയിം വാക്കുകളാണ്, അതേ വാക്കുകൾ തന്നെ പറയുന്നു. അപ്പോൾ അതിനെക്കുറിച്ചായി പറയുന്നു, നിങ്ങൾക്ക് കാര്യമായ ശിക്ഷകൾ. ഇപ്പം അബ്രഹാത്ത് കഅബ പൊളിക്കാൻ വന്നപ്പോൾ അവർ ഈ ലാത്തനോടും ഉസ്സനോടും എന്നല്ല പറഞ്ഞ അള്ളാഹുവാണ്. അബൂജഹൽ തന്നെ ബദർ യുദ്ധത്തിന് പുറപ്പെടുമ്പോൾ കഅബയിൽ വന്നിട്ട് അള്ളാഹുവാണ് പ്രാർത്ഥിക്കുന്നത്. അബൂജഹൽ തന്നെയും അങ്ങനെ ചെയ്യണം. അപ്പം നമ്മൾ ഈ വിചാരിക്കുന്നത് പോലെ ഒന്നുള്ള ആളുകളല്ല അവർ തത്വത്തിൽ തന്നെ ഏകദൈവ വിശ്വാസികളും, പക്ഷേ പ്രയോഗത്തിൽ മറ്റു പലരെയും അതിനവരെന്തെന്ന് ചോദിച്ചാൽ, ഇവർക്ക് അവർ വിശ്വസിക്കുന്ന ഈ വലിയകൾ അല്ലെങ്കിൽ ഈ മഹാന്മാർ പറയുന്നവർക്കൊക്കെ അള്ളാഹു ഭൂമിയിൽ ഇടപെടാൻ, ഇവരുടെ കാര്യങ്ങളിൽ ഇടപെടാൻ അധികാരം നൽകിയിരുന്നു. അതിനെയാണ് നമ്മൾ കൊടുത്ത കഴിവ് എന്നൊക്കെ പറഞ്ഞ് വ്യാഖ്യാനിക്കണം. പറയുന്നില്ലേ, അത് അള്ളാഹു കൊടുത്തതാണ്. അങ്ങനെ ഇടപെടാൻ അവർക്ക് അധികാരം നൽകിയിട്ടുണ്ട്. മരിച്ചു ചെന്നാൽ അവരുടെ ആളുകളാണെങ്കിൽ അവർക്ക് വേണ്ടി ശുപാർശ പറയാനും അധികാരം നൽകിയിട്ട്, ഈ വക വിശ്വാസത്തിലാണ് ഈ സംഗതികളൊക്കെ ഈ ഭൂമിയിൽ നടക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് പറയാം. അവർക്ക് കാര്യമായ പ്രശ്നങ്ങൾ വരുമ്പോൾ, അപ്പോൾ നമ്മൾ കണ്ടില്ലേ, ഇതൊക്കെ എന്താ സംഭവിച്ചാൽ നമ്മളിപ്പോൾ ഈ വെള്ളപ്പൊക്കം കാര്യമീരൊക്കെ വരുമ്പോൾ ഈ പറയുന്ന വിളിക്കുന്ന മക്ബറയില്ല, വിഗ്രഹവും ഇല്ല, ഒരു സാധനവും ഇല്ല. കാരണം അതന്നെ ആകെ വെള്ളത്തിൻ്റെ അടിയിൽ വിട്ടിട്ട്. കാരണം അതൊക്കെ നമ്മൾ സംരക്ഷിക്കുമ്പോൾ മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മുടെ ചെലവിൽ നമ്മൾ സംരക്ഷിച്ച് നിർത്തുമ്പോഴേ ആ സംഗതികൾ നിൽക്കുള്ളൂ. അതേപോലെ തന്നെയാണ് അടിസ്ഥാനപരമായിട്ട് നമ്മുടെ മനസ്സിലും നിൽക്കില്ല. അത് താൽക്കാലികമായൊരു ഏർപ്പാടായി നിൽക്കുള്ളൂ. അപ്പോൾ നമ്മളുടെ ഖലീലുൽ ബുഖാരിയൊക്കെ പറഞ്ഞല്ലോ, കടലിലൊക്കെ അകപ്പെട്ടപ്പോൾ ബദരീങ്ങളെ വിളിച്ചിരുന്നു. അതൊക്കെ എന്താ അങ്ങനെ പറയണമെന്ന് ചോദിച്ചാൽ നുണ പറയാം. അങ്ങനെ സംഭവിക്കില്ല. അള്ളാഹു അവരുടെ മുന്നിൽ ഏതെങ്കിലും നിലക്ക് ഉണ്ടെങ്കിൽ, അവരുടെ മനസ്സിലുണ്ടെങ്കിൽ അത് മാത്രമേ ആ നേരത്ത് ഉണർന്നു വരുള്ളൂ. അതൊക്കെ വെറുതെ ആളുകളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് അഭിനയമായ കരച്ചിലൊക്കെ കൂടി പറഞ്ഞിട്ട് പറ്റിക്കുക. അതുകൊണ്ട് അള്ളാഹു അവിടെ പറയണത്, ഇൻ കുന്തും സാദിഖീൻ,
നിങ്ങൾ സത്യസന്ധരാണെങ്കിൽ, നിങ്ങളോട് തന്നെ നിങ്ങൾ സത്യസന്ധരാണെങ്കിൽ നിങ്ങളൊന്ന് പറയൂ, അങ്ങനെയുള്ള ഘട്ടത്തിൽ നിങ്ങൾ ആരെയാണ് വിളിക്കുക? എന്നിട്ട് അള്ളാഹു തന്നെ പറയാം, ബൽ, എന്നാൽ ഇയ്യാഹു, അവനെ തന്നെ നിങ്ങൾ തദ്ഊന, നിങ്ങൾ വിളിക്കും. നിങ്ങൾ അവരെ തന്നെ, അള്ളാഹുവിനെ തന്നെയാണ് ആ ടൈമിൽ വിളിക്കുക. വേറെ ആരും ആ ഘട്ടത്തിൽ ഉണർന്നു വരികയേ ഇല്ല. കാരണം ആ ഘട്ടം നമ്മളൊന്ന് സങ്കല്പിച്ചാൽ മതി. ആ ഘട്ടമൊന്ന് നമ്മൾ സങ്കല്പിച്ചാൽ അള്ളാഹു അല്ലാത്ത ഒന്നും ഉണർന്നു വരില്ല. കാരണം മറ്റതൊക്കെ നമ്മളുടെ മുന്നിലുള്ളതാണ്, അവരാരും എത്തുന്നില്ല എന്നുള്ള കാര്യം ഉറപ്പാണല്ലോ. പിന്നെ ഈ മറഞ്ഞു നിൽക്കുന്ന അള്ളാഹു അല്ലാതെ വേറൊന്നും ഒരാളുടെ മനസ്സിൽ ഉണർന്നു വരില്ല. ഫയക്ഷിഫു മാ തദ്ഊന ഇലൈഹി, അതൊരു കാര്യത്തിന് വേണ്ടിയാണോ അവർ വിളിച്ചത്, അത് അവരിൽ നിന്ന് അള്ളാഹു നീക്കിക്കളയും. ഇൻഷാ, ഉദ്ദേശിച്ചെങ്കിൽ, അള്ളാഹ് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ. നീക്കാൻ നമ്മൾ വിളിച്ചു എന്ന് വിചാരിച്ചിട്ടൊക്കെ നീങ്ങിപ്പോയിക്കൊള്ളണമെന്നൊന്നുമില്ല. അള്ളാഹു നീക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നീങ്ങും. വതൻസൗന മാ തുശ്രികൂൻ, അപ്പോൾ നിങ്ങൾ ഈ പങ്കു ചേർത്തത്, അവനിൽ ഈ പങ്കു ചേർത്തതിനെയൊക്കെ നിങ്ങൾ എന്താക്കും? മറക്കുന്നല്ല. നമ്മൾ മറക്കുക എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഓർമ്മയിൽ നിന്ന് നീങ്ങിപ്പോണതിൻ്റെ കാര്യത്തിനെ നമ്മൾ മറവി എന്ന് പറയാം. ഈ തെൻസൗന എന്ന് പറഞ്ഞാൽ നമ്മളങ്ങ് ഉപേക്ഷിക്കുന്നതാണ്, നമ്മളങ്ങ് മാറ്റി വെക്കും. അതൊക്കെ ഈ നസിയ എന്ന് പറയുന്നത് വളരെ നല്ല ആഴത്തിൽ അർത്ഥമുള്ളൊരു വാക്കാണ്. നമ്മളതിനെ മറക്കുക എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, അതിനെ നമ്മളങ്ങ് മാറ്റി വെക്കും. അതായത് നമ്മൾ ഈ ഹിദായത്തിനെ മറക്കും എന്ന് പറയുമ്പോൾ ഹിദായത്തിനെ നമ്മളങ്ങ് മാറ്റി വെച്ച് കലിപ്പിച്ച് കൂട്ടി നമ്മൾ മറ്റേതിനെ തിരഞ്ഞെടുക്കുക. അല്ലാതെ ഓർമ്മയിൽ നിന്ന് തൽക്കാലം പോണതിൻ്റെ ഏർപ്പാടൊന്നല്ല ഈ പറയുന്നത്. വലഖദ് അർസൽന, നിശ്ചയമായും ഞാൻ അയച്ചിട്ടുണ്ട്, ഇലാ ഉമമിൻ, എല്ലാ ഉമമുകളിലേക്കും എല്ലാ സമൂഹങ്ങളിലേക്കും നാം അയച്ചിട്ടുണ്ട്. മിൻ ഖബലിക, നിനക്ക് മുമ്പും ഞാൻ റസൂലുമാരെ അയച്ചിട്ടുണ്ട്. ഫഅഖദ്നാഹും, ഇതൊക്കെ അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട അടിസ്ഥാനപരമായ കാര്യങ്ങൾ വരുന്നുണ്ട് ഇതിലൊക്കെ കേട്ടോ. ഫഅഖദ്നാഹും, അങ്ങനെ അവരെ പിടികൂടി. ഈ ഉമമിനെ പിടികൂടി. ഈ പ്രവാചകന്മാർ വന്നപ്പോൾ ആ സമൂഹങ്ങളെ പിടികൂടി. ബിൽ ബഅ്സാഇ അഖദ്നാഹും, നാം അവരെ പിടികൂടി. ബിൽ ബഅ്സാഇ, ബഅ്സാ കൊണ്ട്. ബഅ്സാ എന്ന് പറഞ്ഞാൽ ഈ മനുഷ്യരിൽ നിന്ന് മനുഷ്യർ കേൾക്കുന്ന വലിയ പ്രശ്നങ്ങളുണ്ടല്ലോ. ഇപ്പോൾ നമ്മളൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ വരുന്നത് പോലെ, അല്ലെങ്കിൽ ഫലസ്തീനിലൊക്കെ സംഭവിക്കുന്നത് പോലെ വലിയ യുദ്ധം, അതുമാതിരിയുള്ള കൊലകൾ, വംശീയ സംഭവങ്ങൾ, അല്ലെങ്കിൽ ഭരണകൂടങ്ങളെ കൊണ്ട് ഏൽപ്പിക്കപ്പെടുന്ന പീഡനങ്ങൾ, ഇങ്ങനത്തെ കാര്യങ്ങൾ, അതൊക്കെ അവരെ ഞാൻ പിടികൂടിയിട്ടുണ്ട്. ലറാഉകളെ കൊണ്ട്. ലറാ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രകൃതി ദുരന്തങ്ങൾ, പട്ടിണി, അങ്ങനത്തെ സംഭവങ്ങൾ, ഇതുകൊണ്ടൊക്കെ ഞാൻ അവരെ പിടികൂടി. അതങ്ങനെ ഞാൻ പിടികൂടിയത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, ഇങ്ങനത്തെ സംഭവങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനാണ് മനുഷ്യർ ഈ അള്ളാഹു അല്ലാത്തതിലേക്ക് പായുന്നത്. ഇങ്ങനത്തെ വിഷയങ്ങളാണ്. അല്ലാതെ പരലോകത്തിൽ സ്വർഗം കെട്ടട്ടെ എന്ന് പറഞ്ഞിട്ട് ഒരാളും മക്കബറയിലേക്ക് പോകണത് നമ്മൾ കാണില്ല. മക്കബറയിലേക്കൊക്കെ പോണത് ഇങ്ങനത്തെ കാര്യങ്ങൾ, അതായത് ഈ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ എങ്ങനെയെങ്കിലും ഒന്ന് നീക്കി കിട്ടണേ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മക്കബറൊക്കെ പോയി തെണ്ടി നടക്കൽ പരിപാടിയൊക്കെ ചെയ്യാറ്. അപ്പോൾ അങ്ങനത്തെ ഈ പ്രയാസങ്ങളും പ്രതിസന്ധികളും എന്തിനാണ് ഈ മനുഷ്യർക്ക് അള്ളാഹ് കൊടുക്കുന്നത് എന്നാണ് അതിൻ്റെ ഉദ്ദേശം. പറയാം എന്തിനാ വരണത്? ലഅല്ലഹും യതളറഊൻ, അവർ വിനീതരാവാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് അള്ളാഹു ഈ പ്രയാസങ്ങളും പ്രതിസന്ധികളും തരുന്നത് അള്ളാഹുവിനോട് വിനീതരാവാൻ വേണ്ടിയിട്ടാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഈ ഒരു പോക്ക് ഇങ്ങനെ പോകുമ്പോൾ, ഒരു പ്രയാസവും ഇല്ലാതെ പോകുമ്പോൾ ഒരിക്കലും നമ്മൾ അള്ളാഹുവിലേക്ക് തിരിച്ച് ചിന്തിക്കില്ല. അങ്ങനെ ചിന്തിച്ചില്ലാച്ചെങ്കിൽ നഷ്ടപ്പെടുന്നത് ആർക്കാ? നമുക്കാണ്. അതായത് മനുഷ്യർക്കാണ് നഷ്ടപ്പെടുക. അപ്പോൾ പ്രയാസങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ നമ്മൾ അള്ളാഹുവിലേക്ക് വിനീതരാവാൻ വേണ്ടിയിട്ടാണ് അത് നമ്മിലേക്ക് അള്ളാഹു തന്നെ. അല്ലാതെ നമ്മളോട് അള്ളാഹുവിന് പ്രത്യേകിച്ച് ദേഷ്യമൊന്നും ഉണ്ടായിട്ടല്ല, അങ്ങനെയല്ല. അപ്പം നമ്മൾ ഇടപെടാത്ത ചില സംഭവങ്ങൾ, ഇപ്പം ഈ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ സമൂഹങ്ങളുണ്ടല്ലോ, ഇവരിലൊന്നും നമുക്കുള്ള ഈ പ്രശ്നങ്ങൾ അങ്ങനെ കാണാം. തങ്ങൾ കണ്ട നമുക്കുള്ള പ്രശ്നങ്ങൾ അത് ഈ സമൂഹങ്ങളിലൊന്നും കാണാനില്ല. നമ്മളുമായി ബന്ധപ്പെട്ടിട്ട് വരുമ്പോൾ വല്ലതൊക്കെ ഉണ്ടാകണേ ഉള്ളൂ. അല്ലാതെ അവരുടെ സ്വാഭാവികതയിൽ ജീവിക്കുമ്പോൾ അവർക്ക് ഈ വക പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, ഇത് നമുക്ക് തരുന്നതിൽ സവിശേഷമായ ലക്ഷ്യം അള്ളാഹുവിനുണ്ട്. ആ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ നമ്മളെ വിനീതരാക്കുക എന്നുള്ളതാണ്. നമ്മളെ വിനീതരാക്കുക. പക്ഷെ നമ്മളെന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, നമ്മൾ അതിനെ ആ രംഗത്ത് ആ പോയിന്റിൽ കാര്യങ്ങളെ മനസ്സിലാക്കാതെ നമ്മൾ വേറെ നിലക്ക് അതിനെ ഡൈവേർട്ട് ചെയ്യുന്നു. ഇത് ഖുർആനിൽ വേറെ പറയുന്നുണ്ട്. ഫഅമ്മൽ ഇൻസാനു ഇദാ മബ്തലാഹു വഅക്റമഹു വനഅമഹു ഫയഖൂലു റബ്ബി അക്രമൻ.
അതായത് മനുഷ്യന് ഞാൻ കാര്യങ്ങളും ആദരവും അവന് അനുഗ്രഹങ്ങളൊക്കെ ഞാൻ നൽകുമ്പോൾ അവൻ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് അത് അള്ളാഹു എന്നെ ആദരിച്ചതിൻ്റെ ഭാഗമാണെന്നാണ്. അള്ളാഹു എന്നെ ആദരിച്ചതിൻ്റെ ഭാഗമായി തരാം. എന്നെ ആദരിക്കണമെങ്കിൽ എന്ത് വേണം? ഞാൻ അതിന് യോഗ്യനാണെന്ന് ആദ്യം ഞാൻ ധരിക്കണ്ടേ? ഞാൻ യോഗ്യനാണ്, അതുകൊണ്ട് തന്നെ ആ യോഗ്യതക്കനുസരിച്ച് അള്ളാഹു എന്നെ ആദരിച്ചതാണ്. അമ്മാ ഇദാ മബ്തലാഹു ഫഖദറ അലൈഹി റിസ്ഖഹു ഫയഖൂലു റബ്ബി അഹാനൻ. അതല്ല, അള്ളാഹു നമ്മളെ ഒന്ന് പരിമിതപ്പെടുത്തുകയും അനുഗ്രഹങ്ങളൊക്കെ ഒന്ന് കുറക്കുകയും ചെയ്താൽ അപ്പോൾ അള്ളാഹു എന്നെ നിന്ദിച്ചു എന്നാണ് അവൻ വിലയിരുത്തുന്നത്. ഇത് രണ്ടുമല്ല. ഇത് നമ്മളുടെ അതിനോടുള്ള സമീപനത്തിൻ്റെ പ്രശ്നമാണ്. അള്ളാഹു നമുക്ക് ആദരവോ സമ്പത്തോ സൗകര്യങ്ങളോ തരുന്നത് നമ്മൾ നല്ല നിലക്കാണ് എന്നതിൻ്റെ തെളിവല്ല, അതതിൻ്റെ തെളിവല്ല. അതേപോലെ തന്നെ അള്ളാഹു പ്രയാസങ്ങളും പ്രതിസന്ധികളും തരുന്നുണ്ടെങ്കിൽ അത് മോശമാണ് എന്നതിൻ്റെയും തെളിവല്ല. ഇത് രണ്ടും അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങളുടെ ഭാഗം. അതുകൊണ്ട് എന്ത് വേണമെന്ന് ചോദിച്ചാൽ, ഈ നന്മ കിട്ടുമ്പോൾ നമ്മൾ എങ്ങനെ അത് നമ്മുടേതാണെന്ന് കണ്ട് കരുതി, അതേപോലെ തന്നെ ഈ പ്രശ്നങ്ങൾ വരുമ്പോഴും അതും നമ്മളുടേതാണെന്ന് നമ്മൾ കരുതണം. ഇതുകൊണ്ടാണ് ഇതിനൊക്കെ കൂടിയിട്ടാണ് അള്ളാഹു ഈ അയ്യൂബ് നബിയുടെ ചരിത്രമൊക്കെ ഖുർആനിൽ പറയുന്നത്. അയ്യൂബ് നബിക്ക് ധാരാളം സമ്പത്തും ധാരാളം സംഗതികളൊക്കെ ഉണ്ടായിരുന്നു ഒരു കാലത്ത്. ആ കാലത്ത് പിന്നെ അതൊക്കെ അങ്ങോട്ട് എടുത്തു കളഞ്ഞിട്ട് ഭാര്യയും മക്കളും അടക്കം മുഴുവൻ ഉപേക്ഷിച്ചു പോയ ഒരു കാലവും അദ്ദേഹത്തിനുണ്ടായി. അദ്ദേഹത്തിന് കുഷ്ഠം പോലത്തെ രോഗങ്ങൾ വന്നു, മനുഷ്യരാകെ വെറുത്തു. അപ്പോഴും അദ്ദേഹം അള്ളാഹുവിനോടൊരു പരാതിയും പറയുന്നതായിട്ട് നമ്മൾ ഖുർആനിൽ കാണില്ല. അതേ സമയങ്ങൾ ബൈബിളിൽ ഇയ്യോബിൻ്റെ പുസ്തകം ഒന്ന് വായിച്ചു നോക്കുക, പരാതികളുടെ കൂമ്പാരാണ്. അപ്പം അതാണ് നമുക്ക് ആ പ്രവാചകനിൽ നിന്ന് അള്ളാഹു നമുക്ക് തരുന്ന ഒരു സംഗതി അതാണ്. അതായത് ഇതിനെ എങ്ങനെയാണോ, ഇത് രണ്ടും അള്ളാഹുവിൻ്റെ പരീക്ഷണം. ഇതിനോട് നമ്മൾ എന്ത് സമീപനം എടുക്കുന്നു? ഇപ്പം നമ്മളൊക്കെ കണ്ടിട്ടുണ്ട്, ഇപ്പം നമ്മളൊക്കെ കാണാം. അപ്പം നമ്മളൊക്കെ ഈ ഗൾഫിലൊക്കെ പോണ കാലത്ത് നമ്മുടെയൊക്കെ ഒന്നും ഉണ്ടാവില്ല, ദാരിദ്ര്യത്തിലൊക്കെ ആയിരുന്നു പോകണം. ആ കാലത്തൊന്നും ഉണ്ടാവില്ല. നമ്മൾ ഈ ഗൾഫിലൊക്കെ കുറച്ച് കഴിഞ്ഞിട്ട് സമ്പാദ്യമൊക്കെ ആയിട്ട് കുറച്ചൊക്കെ വന്നാൽ കാണാം, പിന്നെ തങ്ങന്മാരും മെരിയന്മാരും ഒക്കെ നമ്മുടെ ആളുകളാവും. പിന്നെ നമ്മുടെ ചെമരുമ്പലൊക്കെ കാണാം പല കളങ്ങളൊക്കെ വരച്ചിട്ടുള്ള ഫോട്ടങ്ങൾ കാണാം. അതെന്താ ചോദിച്ചാൽ ഇതാണ്. അതായത് നമ്മളിങ്ങനെ നന്മ കിട്ടുമ്പോഴും ഇതേമാതിരി അള്ളാഹു അല്ലാത്തവരിലേക്ക് പോകും, ഇതേപോലെ പ്രയാസങ്ങൾ ഉണ്ടായാലും പോകും. അതായത് ഇത് എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് പിടിച്ചു നിർത്തുക എന്നുള്ള അർത്ഥത്തിലും ഇത് നീക്കിക്കളയുക എന്നുള്ളത് അള്ളാഹുവിലേക്ക് പോവില്ല. നമുക്ക് ഈ അനുഗ്രഹങ്ങൾ കിട്ടുമ്പോൾ ഈ അള്ളാഹുവിൻ്റെ ഈ നിലപാടിലേക്ക് നമ്മൾ പോവാതെ നമ്മളുടേതായ വേറെ ഒരു രൂപത്തിലാണ് ഇതിനെ കൈകാര്യം ചെയ്യുന്നത്. അതൊക്കെ അമ്മ ജുസുകിൽ തന്നെ നമുക്ക് ഈ കാര്യങ്ങൾ മുഴുവൻ അള്ളാഹ് പറഞ്ഞു തരുന്നുണ്ട്. ഇനി പിന്നീട് വീണ്ടും നമ്മൾ റിപ്പീറ്റ് ചെയ്തിട്ട് അത് നമ്മളുടെ മനസ്സിൽ ഉറപ്പിക്കുക. ഇത് നമ്മൾ ഉറപ്പിക്കണം. കാരണം ഒരു രോഗം വരുമ്പോൾ നമ്മൾ വാസ്തവത്തിൽ പറയേണ്ടത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അൽഹംദുലില്ലാ എന്നാണ്. കാരണം അതിലേക്ക് നമ്മളെ തിരിച്ചു കൊണ്ടുവന്നതിന്, നമ്മളെ വിനീതരാക്കിയതിന്. അപ്പോൾ ഇതൊക്കെ അള്ളാഹുവിൻ്റെ അനുഗ്രഹമായിട്ട് നമ്മൾ കാണണം. നമ്മൾ എങ്ങനെ കാണണം എന്നൊക്കെ പറയാൻ എളുപ്പമാണ്. പക്ഷേ ഇത് നമ്മളായിത്തീരുക എന്ന് പറയുന്നത് കുറച്ച് പ്രയാസമുള്ള പണിയാണ്. പക്ഷേ അതിനാദ്യം നമുക്ക് വേണ്ട എന്താ? ഈ കാഴ്ചപ്പാടാണ്. ആദ്യം നമ്മൾ ഈ കാഴ്ചപ്പാട് ഉണ്ടാവണം. ഈ കാഴ്ചപ്പാട് ശരിക്കും നമുക്ക് കിട്ടിയാൽ മാത്രമേ ഇത് പ്രവൃത്തിയിൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റുകയുള്ളൂ. അങ്ങനെയാണ് നമ്മൾ കാണേണ്ടത്. അല്ലാതെ നമുക്ക് രോഗങ്ങളും പ്രയാസങ്ങളും വാർദ്ധക്യങ്ങളും അതിൻ്റെ ആവശ്യകതകളും ഒക്കെ വരുമ്പോൾ നമ്മൾ വേറൊരു സംഗതിയിലൊക്കെ കണ്ടാൽ, ഇപ്പോൾ ചില ആളുകളുണ്ട്, ഇപ്പോൾ അവരുടെ നല്ല സർവീസൊക്കെ ഉള്ള കാലത്ത്, നല്ല ആരോഗ്യ കാലത്ത് മനുഷ്യർക്ക് നല്ല സർവീസ് കൊടുത്തിട്ടുണ്ടാവും. പക്ഷെ അവർ അവശരാകുമ്പോൾ എന്താ ചോദിച്ചാൽ ഇത് തിരിച്ചു കിട്ടാണ്ടാവുമ്പോൾ അവർ ഭയങ്കര നിരാശപ്പെടും. അതെന്താണെന്ന് ചോദിച്ചാൽ ഈ വിശ്വാസത്തിൽ ഇല്ലാത്തത് കൊണ്ടാണ്. ഇത് അള്ളാഹു പറഞ്ഞത് കൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്, ആ ബോധത്തിൽ അല്ലാത്തത് കൊണ്ടുള്ള പ്രശ്നമാണ്. എൻ്റെ സ്വന്തം ഇഷ്ടത്തിന് വേണ്ടി, എൻ്റെ മാനസിക സുഖത്തിന് വേണ്ടി ഞാനത് ചെയ്തത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അതൊക്കെ നമ്മൾക്ക് വരാവുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കി നമ്മളുടെ തന്നെ നമ്മൾ ആകൃതിപ്പെടുത്തിയിട്ടില്ലെങ്കിൽ നമുക്കിതൊക്കെ വലിയ പ്രശ്നമായി, ഭാരമായി നമ്മളെ തന്നെ വന്നു മൂടും. വലൗലാ ഇത് ജാഅഹും, അവർക്ക് ഈ പ്രയാസങ്ങളും പ്രതിസന്ധികളൊക്കെ വന്നപ്പോൾ, ബഅസുന, നമ്മുടെ ഈ പ്രതിസന്ധികളൊക്കെ വന്നപ്പോൾ, തളറഉ, എന്തുകൊണ്ട് അവർ അള്ളാഹുവിന് വിനീതരായില്ല? ഇവർ വിനീതരാവാതെ ചെയ്തതെന്താ? ഇവർ അള്ളാഹുവിന് പങ്കുകാരെ നിശ്ചയിച്ച് അവരിലേക്ക് ശമനത്തിന് വേണ്ടി ഓടുകയാണ് ചെയ്തത്. ഈ നേരത്തെ പറഞ്ഞ ആ വലിയ ശിക്ഷയൊക്കെ വരുമ്പോൾ ഏതുപോലെ അള്ളാഹു മാത്രമായോ അതേപോലെ ഇവർക്കിത് ചെയ്യാമായിരുന്നില്ലെന്നാണ്. അവർക്ക്
ഇതും ചെയ്യാമായിരുന്നില്ല, അത്ര വലിയ ശിക്ഷയൊക്കെ വരാൻ വേണ്ടി കാത്തു നിൽക്കേണ്ടതുണ്ടോ എന്നാണ് ചോദിക്കണത്. പക്ഷേ വലാക്കിൻ കസത്ത് കുലൂബുഹും, അവരുടെ മനസ്സുകൾ കടുത്തു പോവുകയാണ് ഉണ്ടായത്. ഇവിടെ മനസ്സ് കടുത്തു പോയി എന്ന് പറഞ്ഞാൽ ഒരു വലിയ ക്രൂരന്മാരായി എന്നുള്ള അർത്ഥത്തിലല്ല. ഏത് രൂപത്തിൽ കടുത്തു പോയി? കല്ല് പോലായി എന്ന് പറയുമ്പോൾ ഈ തളർവൊന്നും അവരിൽ നിന്ന് ഉണ്ടായില്ല. അതായത് പ്രതികരിക്കാത്ത മനസ്സാണ് അവർക്കുണ്ടായത്. ആ ഷിർക്കിൽ അവരങ്ങ് മുന്നോട്ട് പോയി. ഇതൊക്കെ ഉന്നം വെക്കുന്നത് ഏകദൈവ ആ പോയിന്റിലേക്ക് വരുന്ന തൗഹീദിലേക്ക് മനുഷ്യരെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റാണ് ഈ കസത്ത് കുലൂബുഹും, അതായത് ഒന്നിനോടും പ്രതികരിക്കാത്ത മനസ്സുകളായിപ്പോയി. അങ്ങനെ ആയപ്പോൾ ഇതവർ തിരഞ്ഞെടുത്തതാണ് കേട്ടോ, അതാണ് ഇതിൻ്റെ സംഭവം. ഇതവർ തിരഞ്ഞെടുത്തതാണ്. അങ്ങനെ തിരഞ്ഞെടുത്തപ്പോൾ വസയ്യന ലഹുമുശ് ശൈത്താനു, ഷെയ്ത്താൻ അവർക്ക് അതൊക്കെ ആസ്വാദികരാക്കി എന്നാണ്. അതായത് നിങ്ങൾ ചെയ്യുന്നത് തന്നെയാണ് ശരി, ആ ഒരു രൂപത്തിലേക്ക് ഷെയ്ത്താൻ അവർക്ക് ആസ്വാദികരാക്കുകയാണ്. ഇതെന്തുകൊണ്ടാണ് സംഭവിച്ചത്? ഷെയ്ത്താൻ വന്നിട്ട് ആദ്യം ചെയ്തതല്ല, ഇത് നമ്മൾ തന്നെ നമുക്ക് വേണ്ടി തിരഞ്ഞെടുത്തപ്പോൾ ഷെയ്ത്താൻ അതിൽ ഇടപെട്ടതാണ്. മാ കാനൂ യഅമലൂൻ, അത് അവർ പ്രവർത്തിച്ചത് കൊണ്ട് അങ്ങനെ സംഭവിച്ചു പോയതാണ്. അതായത് അവരുടെ തീരുമാനം പ്രവൃത്തികളും അങ്ങനെ ആയതുകൊണ്ട് പിന്നെ ശൈത്താന് ഇടപെടാൻ അവസരം ഉണ്ടായതാണ്. ഇതിനെക്കുറിച്ചിട്ട് പറയുന്നുണ്ട്, സൂറത്ത് സുഖ്റുഫിൽ പറയുന്നുണ്ട്, വമൻ യഅശു അൻ ദിക്രി റഹ്മാനി നുഖയ്യിദ് ലഹു ശൈത്താനൻ ഫഹുവ ലഹു ഖരീൻ. ആരെങ്കിലും ഈ അള്ളാഹുവിൻ്റെ ഈ ഉത്ബോധനം വിട്ട് ജീവിക്കാൻ തീരുമാനിച്ചാൽ, അതായത് അള്ളാഹുവിൻ്റെ ഏകത്വത്തിൽ നിന്ന് മാറി ജീവിക്കാൻ സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ശിർക്ക് ഉണ്ടാവുക. അതിൽ പിന്നെ ഇന്ന ആൾ നിർദ്ദേശിക്കാനൊന്നുമില്ല. എൻ്റെ ഇഷ്ടം എന്താണോ അത് ഞാൻ ഈ വിഗ്രഹങ്ങളിൽ ചാർത്തുക ചെയ്യുക, അങ്ങനെയാണ്. അങ്ങനെ തീരുമാനിച്ചാൽ നുഖയ്യിദ് ലഹു ശൈത്താനൻ, ഒരു ശൈത്താനിന് ഞാൻ അവനെ ഏൽപ്പിച്ചു കൊടുക്കുന്നതാണ്. ഫഹുവ ലഹു ഖരീൻ, പിന്നെ അവൻ്റെ കൂട്ടുകാരനെ ശൈത്താനാവുന്നതാണ്. ഇത് ആര് വരുത്തി വെച്ചതാണ്? ഇത് നമ്മൾ തന്നെ വരുത്തി വെക്കുന്ന പ്രശ്നമാണ്. അതായത് അങ്ങനെ ആയിത്തീർന്നാൽ പിന്നെ അവനൊരു കൂട്ടുകാരനെ അള്ളാഹു ശൈത്താനിൽ നിന്ന് ഉണ്ടാക്കി കൊടുക്കും. അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. ഫലമ്മാ നസു, ഇനി പറയുന്നത് അതിനേക്കാൾ ഗുരുതരമായ സംഗതിയാണ്. ഫലമ്മാ നസു, അങ്ങനെ അവർ മാ ദുഃഖിറൂ ബിഹി, അവരോട് എന്താണോ പ്രവർത്തിക്കണമെന്ന് അള്ളാഹു പറഞ്ഞത് അതിനെ മറന്നപ്പോൾ എന്നല്ല, ഇത് മറവി കൊണ്ട് സംഭവിക്കണമല്ല, ഇത് മാറ്റിവെക്കലാണ്. വേണ്ടെന്ന് വെച്ച് മാറ്റിവെച്ചപ്പോൾ, അതാണ് അവിടെ നെസു എന്ന് പറയുമ്പോൾ. നെസു എന്ന് പറഞ്ഞാൽ അങ്ങനെ. അപ്പം ഞാനെന്താ ചെയ്തതെന്ന് ചോദിച്ചാൽ അവരെ കൽപ്പിച്ചൂട്ടി ഇങ്ങോട്ട് പിടിച്ചോണ്ടിരുന്നൊന്നല്ല എന്ന് പറയണത്. അവരെ എങ്ങനെയെങ്കിലും വിശ്വാസികളാക്കുമെന്നോ അല്ലെങ്കിൽ കൽപ്പിച്ചു കൂട്ടി അവരെ പിടിച്ചു കൊണ്ടുവരുന്നോ എന്നല്ല പറയുന്നത്. അവർക്ക് ഞാൻ ഫതഹ്ന അലൈഹിം അബ്വാബ കുല്ലി ഷൈ എന്നാണ്. സർവത്തിൻ്റെയും ഭൗതികതയുടെ സർവ്വവാതിലുകളും ഞാൻ അവർക്കങ്ങ് തുറന്നിട്ട് കൊടുക്കുന്നതാണ്. അതൊരു അത്ഭുതകരമായ വാക്കാണ്. അത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. നമുക്ക് ഭൗതികത തുറന്നിട്ട് തരുന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ നാശത്തിൻ്റെ വക്കീലാണെന്നാണ്. അതിനെക്കുറിച്ച് റസൂല് പറഞ്ഞു. ഈ ആയത്തിൻ്റെ വിശദീകരണമായിട്ട് റസൂല് പറയാം. ഇബ്നു ജരീറും തബറാനിയും ഉദ്ധരിക്കുന്നു, ദൈവധിക്കാരത്തിൽ നിലകൊള്ളുന്ന ഒരു ദാസന് അയാൾ ആഗ്രഹിക്കുന്നതൊക്കെ നൽകിക്കൊണ്ടിരിക്കുന്നത് കണ്ടാൽ അത് വിനാശത്തിലേക്കുള്ള പ്രലോഭനമാണെന്ന് കരുതിക്കൊള്ളുക എന്നാണ്. ഇതാണ് ഇപ്പോൾ നമ്മുടെ ഈ സമൂഹത്തിന് സംഭവിക്കുന്നത്. നമുക്ക് മാത്രമല്ല, ഇന്ത്യയിലത്തെയും കേരളത്തിൻ്റെയും മാത്രമല്ല, ഭൂമുഖത്തുള്ള ഈ മനുഷ്യർക്ക് മുഴുവൻ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് അവർ തെറ്റുമ്പോൾ അവർക്ക് ഭൗതികത അള്ളാഹു തുറന്നു കൊടുക്കുക. അങ്ങനെ തുറന്നു കൊടുക്കുമ്പോൾ എന്താ ഉണ്ടാവുക എന്ന് ചോദിച്ചാൽ, ഹത്താ ഇദാ ഫരിഹൂ മാ അത്തൗ ബിമാ അത്തൗ, അവർക്ക് അള്ളാഹു നൽകിയതിലൊക്കെ അവരങ്ങ് അർമാദിക്കുന്നു. അവർ മുഴുവൻ അതിൽ അങ്ങ് അർമാദിക്കും. ഇനി ലോകത്തിലേക്ക് നമ്മൾ നോക്കിയാൽ മതി, നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ നോക്കിയാൽ മതി, മുസ്ലിമിൻ്റെ ജീവിതത്തിലേക്ക് നമ്മൾ നോക്കിയാൽ മതി. അർമാദിക്കാൻ എവിടൊക്കെയാണ് അവസരം കിട്ടുക അവിടൊക്കെ നമ്മൾ അർമാദിക്കും. അത് ഈ ദീനിൻ്റെ പേര് പറഞ്ഞിട്ടും അർമാദിക്കും, അല്ലാതെ അർമാദിക്കും. അങ്ങനെ അർമാദിക്കാൻ ഞാൻ അവരെക്കാർക്ക് തുറന്നു കൊടുക്കുന്ന എന്ന് പറയണം. അവരുടെ ഞാൻ പട്ടിണിട്ടി കൊല്ലുന്നൊന്നല്ല പറയണം. അഹദിനാഹും, എന്നിട്ട് നാം അവരെ പിടികൂടും, കൊടുന്നനെ ഞാൻ അവരെ പിടികൂടുന്നതാണ്.
പൊട്ടുന്നതിനെ അവർ ഒരിക്കലും ഓർക്കില്ല. കാരണം ഈ അർമാദത്തിൽ ഇങ്ങനെ പോകുമ്പോൾ എന്താ ചോദിച്ചാൽ മറ്റൊരു ചിന്ത കയറി വരില്ല എന്നുള്ളതാണ് അതിൻ്റെ വിഷയം. അപ്പം നമ്മൾ അള്ളാഹുവിൻ്റെ മാർഗത്തിലാവുമ്പോൾ നമ്മളെപ്പോഴും മരണത്തിനെക്കുറിച്ചും പരലോകത്തിനെക്കുറിച്ചും നമ്മളുടെ കർമ്മത്തെക്കുറിച്ചൊക്കെ ഇങ്ങനെ ചിന്തിച്ചു വരും. പക്ഷെ ആ മാർഗത്തിൽ നിന്ന് നമ്മൾ വിട്ടിട്ട് ഈ ആഹ്ലാദത്തിൻ്റെയും അർമാദത്തിൻ്റെയും ലോകത്തേക്ക് പോയാൽ ഒരിക്കലും പിന്നോട്ടൊരു ചിന്ത ഉണ്ടാവില്ല. അപ്പോൾ കാലിഫോർണിയയിലെ തീപിടുത്തം നടത്തപ്പോൾ അവിടുത്തവരൊക്കെ ചിന്തിച്ചേർന്നാണ്. അങ്ങനെ ഒരു പരിപാടി ഉണ്ടാവില്ല. അതൊക്കെ ആ ഭാഗത്തെ തന്നെ പൊടുന്നനെ അവരെ പിടികൂടുമ്പോൾ മാത്രമേ ആ സംഗതി അവരിലേക്ക് വരൂ. അത് രണ്ടും രണ്ട് റൂട്ടാണ്. ഒരു റൂട്ട് ഒരിക്കലും തിരിച്ച് ചിന്തിക്കാത്തതാണെങ്കിൽ മറ്റൊരു റൂട്ട് എപ്പോഴും അതിനെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നതാണ്. അതാണ് ഇവർക്ക് സംഭവിക്കുക. ഇനി ആലു ഇമ്രാനിൽ 176 അവരെക്കുറിച്ച് പറയാണ്, വലാ യഹ്സുൻ കല്ലദീന യുസാരിഊന ഫിൽ കുഫർ. ഈ കുഫറിൽ ഇങ്ങനെ വിളയാടുന്ന ആളുകളെ കുറിച്ച് അവരെ നിന്നെ ദുഃഖിപ്പിക്കേണ്ടെന്നോ. ഇന്നഹും ലൻ യദുറുല്ലാഹ ശൈഅൻ. അവർ അള്ളാഹുവിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുന്നൊന്നും നീ വിചാരിക്കണ്ട. യുരീദുല്ലാഹു അല്ലാ യജ്അല ലഹും ഹവ്വൻ ഫിൽ ആഖിറ. അവർക്ക് പരലോകത്തൊരു വിഹിതവും ഉണ്ടാവരുതെന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് അങ്ങനെ കൊടുക്കണം. അവർക്ക് പരലോകത്ത് ഒരു വിഹിതവും ഉണ്ടാവുകയില്ല. അവർ തീരുമാനിച്ച മാർഗത്തിൽ എത്രത്തോളം പോവാനാവുമോ അനുവദിക്കുമോ അത്രത്തോളം ഞാൻ അവരങ്ങ് കയറൂരി വിടും. വലഹും അദാബുൻ അദീം. ഗംഭീരമായ ശിക്ഷ അവർക്കുണ്ടാവും. ആ ശിക്ഷയ്ക്ക് വേണ്ടിയാണ് അവരങ്ങനെ കയറൂരി വിടുന്നതെന്നാണ്. അങ്ങനെ പൊടുന്നനെ അവരെ പിടികൂടും. ഇനി നമ്മളുടെ ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ, മുമ്പ് പ്രവാചകന്മാർ വരികയും ആ പ്രവാചകന്മാരൊക്കെ ഓരോ സമൂഹത്തിലേക്ക് വരികയും ആ സമൂഹത്തിനെ തന്നെ മാറ്റി പുതിയ ഒരു സമൂഹത്തെ ഉണ്ടാക്കി കൊണ്ടുവരികയും ചെയ്തിരുന്നു. പക്ഷേ ഇനി ആ പരിപാടിയില്ല. ഇനി സമൂഹം എന്ന് പറയുന്നത് ഒക്കെ ഒന്നാണ്. ഈ ലോകത്ത് വസിക്കുന്ന മുഴുവൻ ജനവും ഉമ്മത്ത് മുഹമ്മദാണ്, മുഹമ്മദിൻ്റെ സമൂഹമാണ്. ആ മുഹമ്മദിൻ്റെ സമൂഹം ഒന്നാണ്. ഇനി അതിലൊരു വേറെ പരിപാടി തന്നെയാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഈ പ്രയാസങ്ങളും പ്രതിസന്ധികളൊക്കെ ഇടക്കിടക്ക് അവിടെയൊക്കെ വരിക എന്നല്ലാതെ, അതിൽ നിന്ന് പാഠങ്ങൾ പഠിക്കുക എന്നല്ലാതെ ഇനി ഈ ഒരു സമൂഹത്തിനെ ഇല്ലാണ്ടാക്കിയിട്ട് വേറൊന്നും ഉണ്ടാക്കണ ആ പരിപാടി ഇനിയില്ല. ഇനി നശിക്കുകയാണ് ചെയ്യുമ്പോൾ മൊത്തം ഒന്നിച്ചാണ് നശിക്കുക. നമ്മൾ അതിലേക്ക്, ആ ഒന്നിച്ച് നശിക്കലിലേക്ക് നമ്മൾ അതിവേഗം പോകുന്നതായിട്ടാണ് നമ്മളുടെ കറണ്ട് സംഗതികളൊക്കെ വെച്ചാൽ നമുക്ക് മനസ്സിലാവും. നമ്മൾ അതിവേഗം പോവുക. അതിനെ തടയിടേണ്ട ഒരു സമൂഹം എന്ന് പറഞ്ഞാൽ ഈ മുസ്ലിമീങ്ങളാണ്. ഈ മുസ്ലിമീങ്ങളുടെ ദൗത്യം നിർവഹിച്ചാൽ ബാക്കിയുള്ളവരും കൂടി രക്ഷപ്പെടാം. ഇപ്പം എന്താ ചോദിച്ചാൽ, ബാക്കിയുള്ളവർ മുസ്ലിമീങ്ങളല്ലാത്തവർ അവരുടെ ദൗത്യം കൃത്യമായി നിർവഹിക്കുന്നു. അതായത് പിശാചിൻ്റെ ദൗത്യം. അതിൻ്റെ അർത്ഥം എന്താ ചോദിച്ചാൽ, നമ്മൾ അതിൽ പോയി പെടുന്നതാണ്. നമ്മൾ മുസ്ലിമീങ്ങളാച്ചിട്ട് മാറി നിൽക്കില്ല. നമ്മൾ എടുക്കേണ്ട പണിയെടുത്താലേ ബാക്കിയുള്ളവർക്കും കൂടി രക്ഷപ്പെടാൻ പറ്റുള്ളൂ. അവരുടെ എടുക്കേണ്ട പണിയെടുത്താൽ നമ്മളും കൂടി അതിൽ പെടും. നമ്മുടേതല്ലാത്ത നമ്മളിൽ ആരെങ്കിലും മുസ്ലിമീങ്ങൾ ഉണ്ടെങ്കിൽ തന്നെയും അവർക്കതിൽ നിന്ന് രക്ഷപ്പെട്ട് മാറിപ്പോകാൻ പറ്റില്ല. പഴയ സമൂഹങ്ങളിൽ അങ്ങനെ പറ്റിയിരുന്നു. അതായത് നൂഹ് നബിയോട് വിശ്വസിച്ചിരുന്ന അവർക്ക് രക്ഷപ്പെടാൻ പറ്റിയിരുന്നു. ഇനി നമുക്കത് സാധ്യമല്ല. ഇനി ചിലതൊക്കെ ഉണ്ടാവുക എന്ന് ചോദിച്ചാൽ, അള്ളാഹുവിൻ്റെ ചില നടപടിക്രമങ്ങളുണ്ട്. അത് സൂറത്തു ബഖറ 251 പറയുന്നൊരു നടപടിക്രമം, വലൗലാ ദഫ്ഉല്ലാഹിന്നാസ ബഅദഹും ബിബഅദ്. ചിലരെ കൊണ്ട് നാം പ്രതിരോധിക്കും. അത് മുസ്ലിമീങ്ങൾ തന്നെ ആയിക്കൊള്ളുന്നില്ല. ഇപ്പോൾ അമേരിക്ക ഉയർന്നു വരുമ്പോൾ ഇപ്പോൾ സോവിയറ്റ് യൂണിയൻ ഉണ്ടാവും, അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയൻ ഉയർന്നു വരുമ്പോൾ ചൈന ഉണ്ടാവും. ഇങ്ങനെ പലതും പരസ്പരം പ്രതിരോധിക്കുക. അത് അള്ളാഹുവിൻ്റെ നടപടിക്രമം. മുസ്ലിമീങ്ങൾ തന്നെ ആയിക്കൊള്ളുന്നില്ല. അങ്ങനെ പ്രതിരോധിച്ച് നിർത്തും ചിലപ്പോൾ. ഇപ്പോൾ കണ്ടില്ലേ, ഇപ്പോൾ ആ യുദ്ധത്തിൽ എത്ര പെട്ടെന്ന് അമേരിക്കനെ കവർന്ന് ചൈന കയറി വരുന്നു, കണ്ടില്ലേ? ഇതൊരു പ്രതിരോധമാണ്. ഇത് അള്ളാഹുവിൻ്റെ നടപടിക്രമത്തിൻ്റെ ഭാഗമായിട്ടുള്ള പ്രതിരോധം. അങ്ങനെ ചിലപ്പോൾ ഭൂമിക്ക് ഇനിയും നീളം കിട്ടിയേക്കാം. അങ്ങനെ അല്ലെങ്കിൽ ഫസദത്തിൽ നടന്നു ആ ഭൂമി നാശമായി പോകുമായിരുന്നു. വലാകിന്ന അല്ലാഹ ദൂ ഫദ്ലിൻ അലൽ ആലമീൻ. ലോകരോട് അള്ളാഹുവിന് കാരുണ്യമുള്ളത് കൊണ്ട് അള്ളാഹുവിന് അങ്ങനെ ഒരു സിസ്റ്റമുണ്ട്. അതല്ലെങ്കിൽ സൂറത്തുൽ ഇസ്രായിൽ പറഞ്ഞതുപോലെ 16-ാമത്തെ ആയത്തിൽ പറയുന്നു, വഇദാ അറദ്നാ അൻ നുഹ്ലിക ഖറിയതൻ അമർനാ മുത്രഫിഹ. ഒരു നാടിനെ, അതിപ്പം ഭൂമി ഒട്ടാകയാലും, ഞാൻ നശിപ്പിക്കാൻ തീരുമാനിച്ചാൽ ആ നാട്ടിലെ മുത്രഫിഹ എന്ന് പറയുന്ന അതിലെ ധൂർത്തന്മാർക്ക്, സമ്പന്നരായ കാഫിരീങ്ങളായ വിശ്വാസികളല്ലാത്ത ആ ധൂർത്തന്മാർക്ക് ഞാൻ കൽപ്പന നൽകുന്നതാണ്. അവരെ കൊണ്ടാണ് ഞാനത് ചെയ്യിപ്പിക്കാം.
അപ്പോൾ ഫസഖൂഫിഹ, ആ ഭൂമിയിൽ അവർ സകല തിന്മയും പരത്തും. അപ്പോൾ ഹക്ക അലൈഹൽ ഖൗലു, അങ്ങനെ നമ്മളുടെ ആ വാക്ക് അവർ യാഥാർത്ഥ്യമാക്കും. അങ്ങനെ ഞാൻ അവരെ തകർത്ത് കളയും. ഇതാണ് ഒരുപക്ഷെ നമുക്ക് ഉണ്ടാകാൻ പോവുക. അപ്പം നമ്മൾ AI കാണുന്നുണ്ടല്ലേ, AI കുറച്ച് കാലം കഴിയും എത്ര പെട്ടെന്ന് അതൊക്കെ വളർന്നു വരുന്നു എന്ന് നമ്മൾ അത്ഭുതപ്പെടുത്തും. കാരണം ഓരോ ദിവസവും ഓരോ കുതിച്ചാട്ടം. അപ്പോൾ ചൈനയിലെ ഈ കമ്പനി തന്നെയും ഒന്നിച്ചെല്ലാം കൊല്ലായിട്ടുള്ളതിനെ, അപ്പോഴത്തിന് തന്നെ അതിന് മറികടക്കാൻ കഴിയുന്നത് അതിഗംഭീര സ്പീഡാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എനിക്ക് തോന്നുന്ന ഒരു കാര്യം, നമ്മൾ ഈ ദാബത്തുല്ലർദ് എന്ന് പറയുന്നുണ്ടാണ്, അതായത് ഭൂമിയിൽ ഒരു ദാബത്തുല്ലർദ് ഉണ്ടാവും എന്ന് പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് വല്ലാതെ വിശദീകരണങ്ങളൊന്നും നമ്മൾ കാണാനില്ല. ഒരു പക്ഷേ ഈ AI ആയിരിക്കും അത്. അതിന് ചില സൂചനകളുണ്ട്. കാരണം ഒരു ഹദീസൊന്നല്ലെങ്കിൽ പോലും ഇത് മക്കയിൽ നിന്നാണ് പുറപ്പെടുക എന്ന് പറയുന്നത്. ഈ AI, അതായത് സോഫിയ എന്ന് പറയുന്ന ആ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് ആദ്യമായി പൗരത്വം കൊടുത്തത് സൗദി അറേബ്യ. അങ്ങനത്തെ ഒരു സാധനത്തിന് പൗരത്വം ആദ്യമായിട്ട് കിട്ടിയത്. അതിനി എങ്ങനെയൊക്കെയാണ് ഇനി വളർന്നു വരുന്നിട്ട്, ഇപ്പൊന്നും അതിൻ്റെ പൂർണ്ണത ആയിട്ടില്ല. അതിൻ്റെ പൂർണ്ണത ഒന്നും ആയിട്ടില്ല, ഒന്നും വയസ്സറിയിച്ചിട്ടില്ല. ഇത് AI എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിനെ ഭരിക്കും. ഇപ്പോൾ തന്നെയും അതിൻ്റെ ടെക്നീഷ്യന്മാരും അതിൻ്റെ വലിയ ആളുകളൊക്കെ പറയുന്നത് ഇത് വലിയ മനുഷ്യനെ തന്നെ അപ്രസക്തമാക്കുന്നതാണ്. അതായത് വന്നു കഴിഞ്ഞു, നമുക്ക് ഏറെക്കുറെ മനസ്സിലാവുന്ന രൂപത്തിൽ ഇത് വന്നു കഴിഞ്ഞു. അതായത് ട്രംപ്, മസ്ക് പോലത്തതിലൂടെ ദജ്ജാലും ഏറെക്കുറെ വരവറിയിച്ചു കഴിഞ്ഞു. കാരണം മുമ്പൊക്കെ എന്ന് പറഞ്ഞാൽ ഏതൊരു തിന്മയും ഒരു നന്മയുടെ മറപറ്റിയിട്ടാണ്, നന്മയുടെ മറപറ്റിയിട്ടാണ് വർത്താനം പറയാം. ഇപ്പം അതല്ല, ഇപ്പം തിന്മയായി തന്നെ പറയപ്പെടുന്നു. എല്ലാവരും ആ തിന്മ തന്നെയാണ് ശരിയെന്നും പറയും. തിന്മയാണ് ശരിയെന്ന് ബഹുഭൂരിപക്ഷം. ഇപ്പം നമ്മൾ ഈ യൂറോപ്പിലും അമേരിക്കയിലും ഒക്കെ ഇവിടെ ഈ വലതുപക്ഷം എന്ന് പറയുന്നത് നമ്മൾ പറയുന്ന ഖുർആനി പറയുന്ന വലതുപക്ഷം എന്നല്ല. യാതൊരു ധാർമ്മികതയും യാതൊരു നീതിബോധവും ഇല്ലാത്തവരാണ്. കാരണം ഏതോ രാജ്യത്തുനിന്ന് ഏതോ കാലത്ത് കുടിയേറി വന്ന ആ കുടിയേറ്റക്കാരൻ തന്നെ പറയുന്നു ഇനി ഇവിടെ കുടിയേറ്റക്കാർ വേണ്ട. അതായത് ഇപ്പം നമ്മളൊരിക്കൽ ബസ്സിൽ കയറിയിട്ട് പറയാം ഇനി ആരും ബസ്സിൽ കയറണ്ടെന്ന് പറയുന്നത് പോലെ. അതായത് ഇവർക്ക് ധാർമ്മികതയോ യാതൊന്നുമില്ല. ഇവർ തിന്മയുടെ ആളുകളാണ്, തിന്മ തന്നെയാണ് അവർ പരസ്യമായി പറയുന്നത്. ആ തിന്മ തന്നെ മനുഷ്യരിൽ ബഹുഭൂരിപക്ഷം ഏറ്റെടുക്കുന്നു. അങ്ങനെ ഒരു കാലത്ത് നമ്മൾ എത്തിക്കഴിഞ്ഞിരിക്കണം. ഇനി ഇതിൻ്റെ ഒക്കെ പാരമ്പര്യത്തെ മാത്രമേ നമ്മൾ കാത്തിരിക്കേണ്ടതുള്ളൂ എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ തോന്നുന്നത്. പക്ഷേ ഇവരിനൊക്കെ പിടികൂടും, അള്ളാഹു പിടികൂടും എന്നുള്ളതാണ്. അങ്ങനെ പിടികൂടുമ്പോൾ അവരുടെ ആ സ്വപ്നങ്ങളും അവരുടെ ആ ധിക്കാരവുമൊക്കെ അവരങ്ങ് പോയിപ്പോകും. അതങ്ങ് പോയിപ്പോകും. ഫൈദാഹും മുബ്ലിസൂൻ എന്നാണ്. സർവ്വ നന്മകളിലും, അപ്പോഴും അവർ നന്മകളിലൊന്നും വിശ്വസിക്കില്ല. അതാണ് ഇബ്ലീസ്. ഫൈദാഹും മുബ്ലിസൂൻ, അതേ വാക്കാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അവരുടെ ആ നന്മയിലുള്ള അവരുടെ വ്യാമോഹങ്ങളും ഒക്കെ തകർന്ന് തരിപ്പണമാക്കിക്കൊണ്ട് അവരെ അള്ളാഹു പിടികൂടെന്ന് പറയുമ്പോൾ പിന്നെ ഒന്നും ബാക്കിയുണ്ടാവുകയില്ല. അവരൊരിക്കലും ഇനി നന്നാവാനും പോലുള്ള. നമുക്കൊരു തിരിച്ചു നടത്താൻ സാധ്യമാണോ എന്ന് ചോദിച്ചാൽ നമുക്കിപ്പോൾ ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. അള്ളാഹു വരുന്നേ പറയാൻ പറ്റുമോ? കാരണം ഇങ്ങനെ അള്ളാഹുവിൻ്റെ ഏതെങ്കിലും നിലക്കുള്ള ഇടപെടലുകളൊക്കെ ഉണ്ടായി. അതല്ലാതെ നമുക്ക് ഇപ്പോഴത്തെ ഒരു കാലത്ത് നിന്നിട്ട് നമുക്ക് ഇത് കാണാൻ കഴിയില്ല. പക്ഷേ വേറൊരു കാര്യം ഉണ്ടെന്ന് വെച്ചാൽ ഓരോ മനുഷ്യനും രക്ഷപ്പെടാനുള്ള വഴികൾ അള്ളാഹു ഇവിടെ ഒരു നിശ്ചിത കാലം വരെ തുറന്നിട്ടിട്ടുണ്ട്. സമൂഹം എന്തായി എന്നുള്ളതൊന്നും അത് സമൂഹത്തിനെ മൊത്തം ബാധിക്കുന്ന കാര്യമാണ്. പക്ഷെ വ്യക്തി എന്നുള്ള നിലയിൽ നമുക്കാർക്കും നിരാശപ്പെടേണ്ട കാര്യമില്ല. അതിനുള്ള മാർഗം അള്ളാഹു ഇവിടെ തുറന്നു തന്നിട്ടുണ്ട്. വാ ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.